Hi all, welcome to Dakshina Learnings. Theme-based geography ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് physiographic features in India എന്നൊരു തീമിലേക്കാണ് കടക്കുന്നത്. Before that, we have to know what is the importance of physiographic features in India in our exam point of view. അതിനായിട്ട് നമ്മൾ റെഫറൻസിനായിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The first question is, when you travel in Himalayas, you will see the following: deep gorges, U-turn river courses, parallel mountain ranges, steep gradients causing landsliding. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷനെ അല്ലെങ്കിൽ ഫിസിയോഗ്രാഫിക് ഫീച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഏതൊരു സ്റ്റുഡന്റിനും വളരെ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഉള്ളത്. 2012 ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൻഡ് ദെൻ next question, which one of the following pairs of islands is separated from each other by the 10-degree channel? 10-degree channel എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഓപ്ഷൻസ് ആർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, നിക്കോബാർ ആൻഡ് സുമാത്ര, മാൽഡീവ്സ് ആൻഡ് ലക്ഷദ്വീപ്, സുമാത്ര ആൻഡ് ജാവ. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. ഇതും നമ്മുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ നമ്മുടെ ഐലൻഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദെൻ the Brahmaputra, Irrawaddy and Mekong rivers originate in Tibet and flow through narrow and parallel mountain ranges in their upper reaches. Of these rivers, Brahmaputra makes a U-turn in its course to flow into India. This U-turn is due to എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: എ, uplift of folded Himalayan series, B, syntaxial bending of geologically young Himalayas, and C, geotectonic disturbance in the tertiary folded mountain chains, and D, both A and B above. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം ഫിസിയോഗ്രാഫിക് ഡിവിഷൻ പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർത്തേൺ മൗണ്ടൻസിൽ ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ് ആൻഡ് പൂർവാഞ്ചലൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് ഈ ഒരു സിന്റാക്സിയൽ ബെൻഡ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഹിമാലയാസ് ഫോം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. സിന്റാക്സിയൽ ബെൻഡിങ് ഓഫ് ജിയോളജിക്കലി യങ് ഹിമാലയാസ് ആണ് അതിന്റെ ആൻസർ. സോ നമ്മൾ ഈ കണ്ടത് വെച്ചിട്ട് കുറെ അധികം ക്വസ്റ്റ്യൻസ് ഫിസിയോഗ്രാഫിക് ഫീച്ചറിൽ നിന്ന് തന്നെ വരുന്നതായിട്ടുണ്ട്. ഈ ഫിസിയോഗ്രാഫി പഠിക്കുന്നത് മൂലം ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മുടെ റിവേഴ്സ്, അതുപോലെ നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷൻ, സോയിൽസ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈവൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ആൻഡ് 2019 ഒരു ക്വസ്റ്റ്യൻ ആണ്: അമർകണ്ടക് ഹിൽസ് ആർ അറ്റ് ദ കോൺഫ്ലുവൻസ് ഓഫ് വിന്ധ്യ ആൻഡ് സഹ്യാദ്രി റേഞ്ചസ്. ബിലിഗിരി രംഗൻ ഹിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് സത്പുര റേഞ്ച്. അപ്പം ഈ അമർകണ്ടക് ഹിൽസ് എവിടെയാണ്, നമ്മുടെ വിന്ധ്യ എവിടെയാണ്, സഹ്യാദ്രി എവിടെയാണ്, സഹ്യാദ്രിയും വിന്ധ്യയും അടുത്താണോ നിൽക്കുന്നത്? ഈ ഒരു രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല. സോ ഈ രീതിയിലാണ് നമ്മുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാച്ചുറൽ വെജിറ്റേഷൻ, സോയിൽസ്, ക്ലൈമറ്റ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഫിസിയോഗ്രാഫി പഠിച്ചാൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പോർഷനിലേക്ക് കടക്കാം. നമ്മൾ ഫിസിയോഗ്രാഫിക് ഫീച്ചർ ഇൻ ഇന്ത്യ എന്നൊരു പോർഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഏകദേശം 450 മില്യൺ ഇയേഴ്സ് ഏജ് ഓൾഡ് ആണ് നമുക്ക് എർത്തിന് പറയാനായിട്ട് പറ്റുന്നത്. സോ അത്രയും വർഷങ്ങളോളം എടുത്ത് എർത്തിൽ ധാരാളം മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ മാറ്റങ്ങളാണ് ഇന്നത്തെ ഓരോ ഫിസിയോഗ്രാഫിക് ഫീച്ചറിനെയും നമുക്ക് സാധ്യമാക്കി തരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ധാരാളം ജിയോഗ്രഫിക്കൽ വേരിയേഷൻസും അതുപോലെ അതിന്റെ ജിയോളജിക്കൽ സ്ട്രക്ചറിലുള്ള ഫോർമേഷൻസിലുള്ള മാറ്റങ്ങളും എല്ലാം അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഇന്ത്യനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് പെനിൻസുല ബ്ലോക്ക്, and the next is Himalayas and other peninsular mountains, and the third is Indo-Ganga-Brahmaputra plain. Okay, ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇന്ത്യനെ 6 ഫിസിയോഗ്രാഫിക് ഫീച്ചർ ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് നോർത്തേൺ മൗണ്ടൻസ്, ആൻഡ് നെക്സ്റ്റ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്, ആൻഡ് ദെൻ പെനിൻസുല പ്ലേറ്റ്യൂ, ആൻഡ് ദെൻ ഇന്ത്യൻ ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും നോർത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിസിയോഗ്രാഫിക് ഫീച്ചർ ആണ് ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൻസ്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് കാണാൻ പറ്റും നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. അതിനുശേഷം നമ്മുടെ ഒരു ട്രയാങ്കുലർ ലാൻഡ് മാസ് ആയിട്ട് മെയിൻലാൻഡ് ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂസ് അല്ലെ. ആൻഡ് ദെൻ നമുക്ക് നമ്മുടെ ആരവല്ലീസിന്റെ ഒക്കെ ഒരു വെസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചർ ആണ് ഇന്ത്യൻ ഡെസേർട്ട്. ആൻഡ് ദെൻ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഞാൻ ഒരു കളർ ചേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നോർത്തേൺ മൗണ്ടൻസ് ആൻഡ് നോർത്തേൺ പ്ലെയിൻസ്? നമ്മൾ നേരത്തെ കണ്ട പെനിൻസുല പ്ലേറ്റ്യൂ, നമ്മുടെ താർ ഡെസേർട്ട് ആൻഡ് നമ്മുടെ 2 ഐലൻഡ്സ്, കോസ്റ്റൽ പ്ലെയിൻസ്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ നോർത്തേൺ മൗണ്ടൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ,
നോർത്തേൺ മൗണ്ടൻസിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുമ്പോൾ ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് പൂർവാഞ്ചൽ. ഓക്കെ, ഈ 3 ഡിവിഷൻസും കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഹിമാലയാസ്, കാരക്കോറം മൗണ്ടൻസ് ആൻഡ് ദ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ റേഞ്ചസ് ആർ ടുഗെദർ കോൾഡ് ദ നോർത്തേൺ മൗണ്ടൻസ്. ഓക്കെ, കാണാം ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ ഭാഗത്തിലുള്ള ഫീച്ചർ ആണ് നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്നത്. നോർത്തേൺ മൗണ്ടൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് 3 ഡിവിഷൻസ്: ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയ ആൻഡ് ദെൻ പൂർവാഞ്ചൽ. ഈ ഒരു പിക്ചറിൽ നോക്കാം നമുക്ക് ട്രാൻസ് ഹിമാലയ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു ഡിവിഷൻ ആയിട്ട് പറഞ്ഞത് ട്രാൻസ് ഹിമാലയാസ് ആയിരുന്നു. ട്രാൻസ് ഹിമാലയാസിനെയും നമുക്കൊരു 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ കാരക്കോറം റേഞ്ച്. ഓക്കെ, ട്രാൻസ് ഹിമാലയാസിനെയും നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് കാരക്കോറം ആൻഡ് ദെൻ ലഡാക്ക് റേഞ്ച് ആൻഡ് ദെൻ സസ്കർ റേഞ്ച്. ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റിൽ കാണാൻ പറ്റുന്ന ഒരു റീജിയൻ ആണ് കാരക്കോറം റേഞ്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഏതാ നമ്മൾ പറയാ? ഇന്ദിരാകോൾ. ഇന്ദിരാകോൾ അല്ലെ? ഈ ഇന്ദിരാകോൾ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? കാരക്കോറം റേഞ്ചിലാണ് നമ്മുടെ ഇന്ദിരാകോൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇന്ദിരാകോൾ, സിറ്റുവേറ്റഡ് ഇൻ കാരക്കോറം റേഞ്ച്. ആൻഡ് ദെൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യർ. ഇപ്പം നമ്മുടെ കറണ്ട് അഫയേഴ്സിലൊക്കെ ഏറ്റവും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആണ് നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഇൻ ദ വേൾഡ് അല്ലെങ്കിൽ 3rd പോൾ ഓഫ് ദ വേൾഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ വളരെ ഈ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് നമുക്കറിയാം അല്ലെ? നമ്മുടെ ഇന്ത്യ, അതുപോലെ ഇന്ത്യയുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള പാകിസ്ഥാൻ, ചൈന, ഇവരൊക്കെ ഒരു വെച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഇൻ ദ വേൾഡ് ആണ്, 3rd പോൾ ഓഫ് ദ വേൾഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഏരിയ ആണ് സിയാച്ചിൻ ഗ്ലേഷ്യർ. അത് മാത്രമല്ല സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോൺ പോളാർ റീജിയനിലെ സെക്കൻഡ് ലോങ്സ്റ്റ് ഗ്ലേഷ്യർ ആണ് സിയാച്ചിൻ ഗ്ലേഷ്യർ ആഫ്റ്റർ വാൻജിയാഗ്. വാൻജിയാഗ് ഗ്ലേഷ്യർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ തജിക്കിസ്ഥാൻ. തജിക്കിസ്ഥാനിലാണ് വാൻജിയാഗ് ഗ്ലേഷ്യർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. വാൻജിയാഗ് ആണ് നോൺ പോളാർ റീജിയനിലെ ഏറ്റവും ലോങ്സ്റ്റ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. സെക്കൻഡ് ലോങ്സ്റ്റ് നോൺ പോളാർ ഗ്ലേഷ്യർ ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കുന്നത് ഏതാണ്? നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. ഓക്കെ, ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ അല്ലെങ്കിൽ ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ ഇമ്പോർട്ടൻസ് മൂലം തന്നെ നമ്മുടെ 1984 ഓപ്പറേഷൻ മേഘദൂത്, സിയാച്ചിൻ ഗ്ലേഷ്യർ കൈയടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ ഒരു സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മേഘദൂത്. അതുപോലെ തന്നെ 1987 ഓപ്പറേഷൻ രാജീവും ഇന്ത്യ നടത്തിയ ഒരു അപ്രോച്ച് ആണ്. ഇതിൽ രണ്ടിലും ഇന്ത്യ വിജയകരമായി സിയാച്ചിൻ ഗ്ലേഷ്യർ കൈയടക്കം ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി കാരക്കോറം റേഞ്ചിലുള്ള മറ്റൊന്നാണ് വേൾഡ്സ് സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടൻ ആയിട്ടുള്ള മൗണ്ട് K2, അല്ലെങ്കിൽ നമ്മൾ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നൊക്കെ പറയുന്ന ഒരു മൗണ്ടൻ ആണ് മൗണ്ട് K2. ഈ മൗണ്ട് K2 സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ കാരക്കോറം റേഞ്ചിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ദിരാകോൾ, മൗണ്ട് K2, അതുപോലെ തന്നെ സിയാച്ചിൻ ഗ്ലേഷ്യർ. സിയാച്ചിൻ ഗ്ലേഷ്യർ ഇത്രയും സിറ്റുവേറ്റ് ചെയ്യുന്നത് കാരക്കോറം റേഞ്ചിലാണ്. സോ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആണ് കാരക്കോറം റേഞ്ച് എന്ന് പറയുന്നത്. അതിനുശേഷം ട്രാൻസ് ഹിമാലയയുടെ നെക്സ്റ്റ് ഏരിയ ആണ് നമ്മുടെ ലഡാക്ക് റേഞ്ച്. ഓക്കെ, ലഡാക്ക് റേഞ്ച് നമ്മുടെ ഒരു കോൾഡ് ഡെസേർട്ട് ഇൻ ഇന്ത്യ, ലഡാക്ക് റേഞ്ചിന്റെ പാർട്ടായിട്ടുള്ള ലഹുൽ ആൻഡ് സ്പിതി വാലി ഒക്കെ ചേർന്നിട്ട് ഉള്ള ഒരു ഏരിയ ആണ് ലഡാക്ക് റേഞ്ച്. ലഡാക്ക് റേഞ്ചിന്റെ തന്നെ ഒരു ഈസ്റ്റ്വേർഡ് എക്സ്റ്റൻഷൻ നമ്മുടെ ടിബറ്റ്, ചൈനയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ചൈനയുടെ എൻക്രോച്ച്മെന്റിലുള്ള ടിബറ്റിന്റെ തന്നെ ഏരിയയിലേക്ക് വരുന്ന ലഡാക്കിന്റെ ഈസ്റ്റ്വേർഡ് എക്സ്റ്റൻഷൻ ആണ് നമ്മുടെ കൈലാഷ് റേഞ്ച്. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അത് ലഡാക്കിന്റെ ഈസ്റ്റ്വേർഡ് എക്സ്റ്റൻഷൻ ആണ്, എക്സ്റ്റെൻഡഡ് ടു ചൈന, കൈലാഷ് റേഞ്ച്. ആൻഡ് ദെൻ നമ്മുടെ സസ്കർ. ഇത് മൂന്നും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഓക്കെ, സിയാച്ചിൻ ഗ്ലേഷ്യറിൽ കൂടെ ഒഴുകുന്ന ഒരു നദി എല്ലാവർക്കും പരിചിതമായിരിക്കും, നമ്മുടെ നൂബ്ര. റിവർ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് നൂബ്ര. നൂബ്ര വന്ന് ഷ്യോക്കിലേക്ക് കണക്ട് ആവുന്നുണ്ട്. ഷ്യോക്ക് ഇൻഡസിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മുടെ ട്രാൻസ് ഹിമാലയാസ് കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ളതാണ് നമ്മുടെ ഹിമാലയാസ്. ഓക്കെ, ഹിമാലയാസിലെ ഫസ്റ്റ് വൺ ആണ് ഹിമാദ്രി. ഹിമാലയാസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഹിമാദ്രി, ആൻഡ് ദെൻ ഹിമാചൽ, ആൻഡ് ദെൻ ശിവാലിക് റേഞ്ച്.
ഈ മൂന്നായിട്ട് നമുക്ക് ഗ്രേറ്റ് ഹിമാലയാസിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഹിമാദ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹിമാലയാസിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമാണ്, മൗണ്ടൻ റേഞ്ച് ആണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാദ്രിയിലാണ് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ ആയിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൗണ്ട് എവറസ്റ്റ് ഇത് കൂടാതെ തന്നെ ധാരാളം മൗണ്ടൻ പീക്സ് നമുക്ക് അവിടെ കാണാം. ഏകദേശം 8000 റേഞ്ചിന് മുകളിലുള്ള എല്ലാ മൗണ്ടൻ പീക്സും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഹിമാദ്രിയിലാണ്. മൗണ്ട് എവറസ്റ്റ്, അതുകൂടാതെ തന്നെ നമുക്ക് പറയാം നന്ദാദേവി, ഉത്തരാഖണ്ഡിലുള്ള നന്ദാദേവി, അതുപോലെ കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നമ്മുടെ കാഞ്ചൻജംഗയാണ്. സിക്കിമിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കാഞ്ചൻജംഗ. സോ കാഞ്ചൻജംഗനെ നമുക്ക് ഹിമാദ്രിയിൽ കാണാം, ഉത്തരാഖണ്ഡിൽ ഉള്ള നന്ദാദേവിനെ കാണാം, അതുപോലെ അന്നപൂർണ, മക്കാളു, ഇങ്ങനെ കുറെ അധികം മൗണ്ടൻ പീക്സ് നമുക്ക് ഹിമാദ്രിയിൽ കാണാം. ഇതിനർത്ഥം ഏകദേശം ഹിമാദ്രിയുടെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഹൈറ്റ് ഈസ് 6000 മീറ്റർ എബോവ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് 8000 മീറ്റർ മുകളിലേക്കുള്ള ധാരാളം മൗണ്ടൻ പീക്സ് ആ ഒരു റേഞ്ചിൽ കാണാനായിട്ട് സാധിക്കും. അവിടുത്തെ ക്ലൈമാറ്റിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ജനവാസം സാധ്യമല്ല. അതുപോലെ നാച്ചുറൽ വെജിറ്റേഷൻ ഈസ് മോർ ലൈക്ക് നമ്മുടെ തുന്ദ്ര വെജിറ്റേഷൻ ഒക്കെ പോലെയുള്ള വെജിറ്റേഷൻ ആയിരിക്കും ഹിമാദ്രിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഹിമാചൽ. ഹിമാദ്രിയിൽ ധാരാളം റിവേഴ്സിന്റെ ഒറിജിനേഷന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗംഗ പോലുള്ള റിവേഴ്സ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് ഹിമാദ്രിയിലാണ്. ആൻഡ് ദെൻ ഹിമാചൽ ആണ്. ഹിമാചൽ എന്ന് പറയുന്നത് വീണ്ടും ഹൈറ്റ് റെഡ്യൂസ് ആവുന്നുണ്ട്. ഏകദേശം അവിടുത്തെ ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 3000 മീറ്റർ എബോവ് ആയിരിക്കും. ഓക്കെ, അവിടുത്തെ ആവറേജ് ഹൈറ്റ് ഈസ് 3000 മീറ്റർ എബോവ് ആണ്. സോ ആ ഒരു ഹൈറ്റ് റിഡക്ഷൻ മൂലം തന്നെ നമുക്ക് ക്ലൈമാറ്റിക് എക്സ്ട്രിമിറ്റീസും കുറച്ച് അവിടെ റിലാക്സ്ഡ് ആയിട്ടുള്ളതായിട്ട് കാണാം. അവിടെ അത്യാവശ്യം നമുക്ക് പോയി ഒരു വിസിറ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ക്ലൈമറ്റിനെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. സോ അവിടെ നമുക്ക് ധാരാളം ഹിൽ സ്റ്റേഷൻസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അവിടെയുള്ള ഹിൽ സ്റ്റേഷൻസിന് എക്സാമ്പിൾ നമ്മുടെ ഡാർജിലിംഗ്, മസൂരി, നൈനിറ്റാൾ, അൽമോറ, ഇതൊക്കെ ഓരോരുത്തരുടെയും ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ളതായിരിക്കും വിസിറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ. സോ ആ ഉള്ള ഹിൽ സ്റ്റേഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ഹിമാചലിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അവിടുത്തെ വെജിറ്റേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ ഹിമാദ്രിയെ പോലെയല്ല, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. സോ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന വെജിറ്റേഷൻ ആണ് കോണിഫറസ് ട്രീസ്. നമ്മുടെ പൈൻ, ഡിയോഡർ പോലുള്ള കോണിഫറസ് ട്രീസിനെ നമുക്ക് ഹിമാചലിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഹിമാചലിൽ ധാരാളം മൗണ്ടൻ റേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പീർ പാഞ്ചാൽ, ധൗളധാർ, മഹാഭാരത് പോലുള്ള മൗണ്ടൻ റേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ സഫ്രോൺ കൾട്ടിവേഷനുള്ള ഏക ഒരു ഏരിയ ആണ് നമ്മുടെ കാശ്മീർ വാലി എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ മുഗൾ റൂളർ ആയിട്ടുള്ള ജഹാംഗീർ ആ ഒരു ഏരിയനെ കുറിച്ചിട്ട് ധാരാളം കമന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ്, അല്ലെ? അതുപോലെ തന്നെ കശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്നുള്ളത് കമന്റ് ചെയ്തതും നമ്മുടെ ജഹാംഗീർ ആണ്. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന കാശ്മീർ വാലി നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പീർ പാഞ്ചാൽ റേഞ്ചിനും ഗ്രേറ്റ് ഹിമാലയാസിനും ഇൻ ബിറ്റ്വീൻ ആണ്. ഓക്കെ, ഗ്രേറ്റ് ഹിമാലയാസിനും പീർ പാഞ്ചാലിനും ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്ന കാശ്മീർ വാലി ഉള്ളത്. ഈ കാശ്മീർ വാലിയിലാണ് നമുക്ക് സഫ്രോണിന്റെ ഇന്ത്യൻ വെറൈറ്റി ആയിട്ടുള്ള സഫ്രാൻ കൾട്ടിവേഷൻ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സഫ്രോണിന്റെ ഇന്ത്യൻ വെറൈറ്റിയാണ് സഫ്രാൻ. ഈ സഫ്രാൻ കൾട്ടിവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് കാശ്മീർ വാലിയിലാണ്. കാശ്മീർ വാലിയിൽ എന്തുകൊണ്ടാണ് ഈ സഫ്രാൻ കൾട്ടിവേഷൻ കാണാനായിട്ട് സാധിക്കുന്നത്? അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്നാണ്, അതായത് ഈ സഫ്രാൻ കൾട്ടിവേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കരേവ. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കരേവ ഫോർമേഷൻ. ഓക്കെ, KAREWA, കരേവ ഫോർമേഷൻ. ബേസിക്കലി കരേവ ഫോർമേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലാക്വിസ്ട്രിൻ ഡെപ്പോസിറ്റ്സ് ആണ്. ഓക്കെ, ലാക്വിസ്ട്രിൻ ഡെപ്പോസിറ്റ്സ് ഈസ് റിലേറ്റഡ് ടു ലേക്ക്. ലാക്വിസ്ട്രിൻ ഡെപ്പോസിറ്റ്സ് ആണ് കരേവാസ്. ഈ കരേവാസ് അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സഫ്രാൻ കൾട്ടിവേഷൻ അവിടെ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് ശിവാലിക് റേഞ്ച്. ശിവാലിക് റേഞ്ചിലേക്ക് വരുമ്പോൾ വീണ്ടും എന്താണ്, ഹൈറ്റ് കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം ഒരു 900 to 1200 മീറ്ററിന് അബോവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടതുപോലെ ക്ലൈമാറ്റിക് എക്സ്ട്രീമിസത്തിൽ നിന്ന് കുറച്ചുകൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. അവിടെ നമുക്ക് ജനവാസമൊക്കെ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഹിമാലയത്തിന്റെ ഏറ്റവും റീസെന്റ് ഫോർമേഷനിലും ഹിമാലയത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഏരിയയുമായിട്ട് നമുക്ക് ശിവാലിക് റേഞ്ചിനെ കാണാം. ഓക്കെ, ഈ ഭാഗത്ത് ഏറ്റവും പ്രായം കുറഞ്ഞതാണ്, ഏറ്റവും റീസെന്റ് ഫോർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ എർത്ത്ക്വേക്ക് ഒക്കെ ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു റീജിയൻ ആണ്, ഹിമാലയൻ റീജിയൻ ആണ് നമ്മുടെ ശിവാലിക് എന്ന് പറയുന്നത്. ഓക്കെ, ജനവാസം കൂടുതൽ ഉള്ളതിനാൽ തന്നെ അവിടെ നമുക്ക് അഗ്രികൾച്ചറും പോസിബിൾ ആണ്. ഓക്കെ, അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ നടത്തുന്ന അഗ്രികൾച്ചർ ആണ് നമ്മുടെ ടെറസ് ഫാമിംഗ്.
ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഹൈലാൻഡ് ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഭൂമി തട്ടുകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു ഫാമിംഗ് രീതി നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനത്തെ ഉള്ള ഒരു രീതിയാണ് ടെറസ് ഫാമിംഗ്. അത് നമ്മുടെ ശിവാലിക് റേഞ്ചിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ശിവാലിക് റേഞ്ചിൽ കാണാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചറാണ് ഡ്യൂൺസ്. നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചറാണ് ഡ്യൂൺസ്. ഓക്കെ, ഡ്യൂൺസ് എന്ന് പറയുന്നത് ബേസിക്കലി ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വി സ്ട്രക്ചേർഡ് വാലീസിനെയാണ് നമ്മൾ ഡ്യൂൺസ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡ്യൂൺ ആയിരിക്കും ഡെറാഡൂൺ. ഓക്കെ, ഏറ്റവും വലിയ ഡ്യൂൺ ആണ് ഡെറാഡൂൺ എന്നറിയപ്പെടുന്നത്. ഡ്യൂൺസ് എന്ന് പറയുന്നത് വി സ്ട്രക്ചേർഡ് വാലി ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസിനെയാണ് നമ്മൾ ഡ്യൂൺസ് എന്ന് പറയുന്നത്. നമ്മുടെ വെസ്റ്റേൺ ഏരിയാസിൽ ഈ ഒരു ഏരിയനെ നമ്മൾ ഡ്യൂൺസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്തേക്ക് വരുമ്പോൾ, നമ്മുടെ ആസാം, അരുണാചൽ പ്രദേശ് ആ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെ ഡ്യുവാസ് എന്ന് പറയും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബ്രിട്ടീഷ് കൊളനൈസേഷന്റെ പീരീഡിൽ ഈ ഭാഗത്ത്, പ്രത്യേകിച്ച് ആസാം പോലെയുള്ള റീജിയനിലൊക്കെ ആയിരുന്നു നമ്മൾ ടീ പ്ലാന്റേഷൻ കൂടുതലായിട്ട് നടത്തിയിരുന്നത് അല്ലെ. ഈ ഡ്യുവാസ് റീജിയനിലാണ് ടീ പ്ലാന്റേഷൻസ് കൂടുതലായിട്ട് നടത്തിയിട്ടുള്ളത്. സോ വെസ്റ്റേൺ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വി സ്ട്രക്ചേർഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസിനെ നമ്മൾ ഡ്യൂൺസ് എന്ന് പറയും. ഈസ്റ്റേൺ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഡ്യുവാസ് എന്ന് പറയും. ആ ഡ്യുവാസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ടീ പ്ലാന്റേഷന് ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ടീ പ്ലാന്റേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒന്നാണ് ഒരു സ്ലോപ്പി ടെറൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ലോപ്പ് ഉള്ള ഏരിയയിലാണ് ടീ പ്ലാന്റേഷൻ കൂടുതലായിട്ട് നടത്തുന്നത്. നമ്മുടെ ഇവിടെയാണെന്നുണ്ടെങ്കിലും മൂന്നാർ, വാഗമൺ പോലെയുള്ള ഏരിയാസിലൊക്കെയാണ് നമുക്ക് ടീ പ്ലാന്റേഷൻ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം വെള്ളം ജലം വേണം താനും, പക്ഷെ അത് കംപ്ലീറ്റ്ലി അവിടെ കെട്ടി നിൽക്കാൻ പാടില്ല. അതാണ് ടീ പ്ലാന്റേഷൻ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഡ്യുവാസ് ആ ഒരു ഏരിയയിലാണ് നമ്മൾ കൂടുതലായിട്ടും ടീ പ്ലാന്റേഷൻ ഒക്കെ കണ്ടിട്ടുള്ളത്. സോ ഇതാണ് ശിവാലിക് റേഞ്ച്. ഇവിടെ നമ്മൾ പറഞ്ഞു earthquake വളരെ കൂടുതലായിട്ടുണ്ട്, ജനവാസമൊക്കെ കൂടുതലായിട്ടുള്ള ഒരു ഏരിയയാണ് ശിവാലിക് റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻസിന്റെ രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഹിമാലയാസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ട്രാൻസ് ഹിമാലയാസ് പറഞ്ഞു, ആൻഡ് ദെൻ ഹിമാലയാസ്. ഇനി നമുക്ക് പൂർവാഞ്ചൽ. പൂർവാഞ്ചൽ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ താഴ്ഭാഗത്തേക്ക്, സദേൺ റീജിയനിലേക്ക്, അരുണാചൽ പ്രദേശിന്റെ സദേൺ റീജിയനിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ചധികം മൗണ്ടൻ പീക്സ് ആണ് നമ്മുടെ ഏതാണ് പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മീസോ ഹിൽസ്, ലുഷായ് ഹിൽസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ പൂർവാഞ്ചലിന്റെ പാർട്ടാണ്. മീസോ ഹിൽസ്, ലുഷായ് ഹിൽസ്, ബറൈൽ റേഞ്ച്, ഇങ്ങനെ കുറെ അധികം മണിപ്പൂർ ഹിൽസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ പൂർവാഞ്ചലിൽ കാണാൻ പറ്റും. ഇത്രയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻസ് എന്ന് അറിയപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയാസ് ആൻഡ് ദെൻ പൂർവാഞ്ചൽ. കാരക്കോറം, ലഡാക്ക്, സസ്കർ, ട്രാൻസ് ഹിമാലയ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് ഹിമാലയ, പട്ക ഹിൽസ്, നാഗ ഹിൽസ്, ബറേൽ ഹിൽസ്, ലുഷായ് ഹിൽസ്, ഇതൊക്കെ നമ്മുടെ ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാഞ്ചൽ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ ജോഗ്രഫിക് ഫീച്ചർ ആണ് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് അല്ലെങ്കിൽ ഉത്തര മഹാസമതലം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 8 സ്റ്റേറ്റിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. നോർത്തേൺ മൗണ്ടൻസിന്റെ എക്സാക്ട് സദേൺ റീജിയനിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജിയോഗ്രഫിക് ഡിവിഷൻ ആണ് നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും റീസെന്റ് ഫോർമേഷനിലുള്ള ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ ആണ് നോർത്തേൺ പ്ലെയിൻ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ അവയുടെ ട്രിബ്യൂട്ടറീസ്, ഈ റിവേഴ്സ് അവയുടെ ഇറോഷണൽ കപ്പാസിറ്റി മൂലം ഉണ്ടാക്കുന്ന സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും റീസെന്റ് ഫോർമേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഏരിയ ആണ് ഇന്ത്യയുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ. ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏരിയയും ഏത് തന്നെയാണ്? ഇന്ത്യയുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ആണ്. നമുക്കിവിടെ കാണാം നമ്മുടെ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം, ഈ ഏരിയാസ്. അതുകൂടാതെ തന്നെ ഉത്തരാഖണ്ഡിനെയും നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ഈ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഈ സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്ന ഏരിയ ആണ് നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് എന്നറിയപ്പെടുന്നത്. ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിനെ നമുക്ക് നമ്മുടെ റിവേഴ്സിന്റെ ഫ്ലോ അനുസരിച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിനെ ലാറ്റിറ്റ്യൂഡിനലി നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം നമ്മുടെ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. ഇതാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ ഡിവിഷൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ റിവേഴ്സ് ആയിരിക്കും അതിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് അല്ലെ. ഇൻഡസും അതിന്റെ 5 ട്രിബ്യൂട്ടറീസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയ ആണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. അവരുടെ ഇറോഷണൽ കപ്പാസിറ്റി മൂലം ഉണ്ടായ സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏരിയ ആണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ മരുസ്ഥലി ബാഗർ പ്ലെയിൻ അല്ലെങ്കിൽ രാജസ്ഥാൻ പ്ലെയിൻ.
രാജസ്ഥാൻ പ്ലെയിൻ അല്ലെങ്കിൽ മരുസ്ഥലി ബാഗർ പ്ലെയിൻ. ഏത് റിവർ ആയിരിക്കും? മെയിൻലി നമ്മുടെ ലൂണിയാണ്, ലൂണി ആൻഡ് സരസ്വതി. ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അവരുടെ ഇറോഷണൽ കപ്പാസിറ്റി മൂലം ഉണ്ടായ സെഡിമെന്റ്സ് ഫോം ചെയ്തിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ രാജസ്ഥാൻ അല്ലെങ്കിൽ രാജസ്ഥാൻ പ്ലെയിൻ അല്ലെങ്കിൽ മരുസ്ഥലി ബാഗർ പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് ഗംഗ പ്ലെയിൻ. ഗംഗ പ്ലെയിൻ നോർത്തേൺ പ്ലെയിനിലെ ഏറ്റവും അധികം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണ് ഗംഗ പ്ലെയിൻ. ഗംഗയും അതിന്റെ ട്രിബ്യൂട്ടറീസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയ ആണ് ഗംഗ പ്ലെയിൻ എന്ന് പറയുന്നത്. നോർത്തേൺ പ്ലെയിനിലെ ഏറ്റവും കൂടുതൽ ഏരിയ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഗംഗ പ്ലെയിൻ. ആൻഡ് ദെൻ നമ്മുടെ ആസാം വാലിയൊക്കെ ഇറോഡ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ആസാം വാലിയിൽ കൂടെയൊക്കെ ഫ്ലോ ചെയ്തു പോകുന്ന ബ്രഹ്മപുത്ര. സോ ഫൈനൽ ബ്രഹ്മപുത്ര പ്ലെയിൻ. ഓക്കെ, ബ്രഹ്മപുത്ര പ്ലെയിൻ അത് ഏത് റിവർ ആണ്? നമ്മുടെ ബ്രഹ്മപുത്ര ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഈ ഇത്രയും ഭാഗം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഏരിയ ആണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ലാറ്റിറ്റ്യൂഡിനൽ ഡിവിഷൻ ഓഫ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര പ്ലെയിൻ ഈ റിവേഴ്സിന്റെ ഇതിന്റെ ട്രിബ്യൂട്ടറീസും ഈ റിവേഴ്സും അതിന്റെ ട്രിബ്യൂട്ടറീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയ ആണ് നമ്മുടെ ഇന്തോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെങ്കിൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. ഏകദേശം ഒരു തേർഡ് ഫേസ് ഓഫ് ഹിമാലയൻ മൗണ്ടൻ ഫോർമേഷന്റെ പീരിയഡിൽ ഉണ്ടായ ഒരു ജിയോ സിൻക്ലൈനൽ ഡിപ്രഷൻ, ഏതാണ്ട് ഒരു ബേസിൻ പോലെ ഫോം ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഡിപ്രഷന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ ഇന്തോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇതതിന്റെ ഒരു പ്രൊഫൈലിക് വ്യൂ ആണ്. ഗ്രേറ്റർ ഹിമാലയാസ് നമ്മൾ കണ്ടു, ലെസർ ഹിമാലയാസ്, ശിവാലിക്സ് ആൻഡ് ദെൻ ഇന്തോ ഗാൻജറ്റിക് പ്ലെയിൻ. കണ്ടോ, നമുക്കൊരു ബേസിൻ ആ ഭാഗത്തേക്ക് വെച്ചിരിക്കുന്നത് പോലെയാണ് ഇന്തോ ഗാൻജറ്റിക് പ്ലെയിൻ വരുന്നത്. ഈ ഭാഗത്തേക്ക് നമ്മുടെ അതായത് നമ്മുടെ അലൂവിയൽ സോയിലിന്റെ ഡിപ്പോസിഷൻസ് ആണ് ഈ കാണുന്നത്. അലൂവിയൽ സോയിൽ ഡിപ്പോസിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്തോ ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത്. അതാണ് അവിടെ ആ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആ ജിയോ സെൻക്ലൈൻ ആ ഏരിയയിലേക്ക് അലൂവിയൽ ഡിപ്പോസിഷൻസ് വന്നു. അങ്ങനെ അവിടെ അതൊരു പ്ലെയിൻ ആയിട്ട് മാറുന്നു. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റെയിൽ, റോഡ് അങ്ങനെയുള്ള കണക്ടിവിറ്റീസ് ഒക്കെ അനായാസം ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറും ഒരു ജോഗ്രഫിക്കൽ ഏരിയയും കൂടെയാണ് ഇന്തോ ഗാൻജറ്റിക് പ്ലെയിൻ. എന്തുകൊണ്ടെന്നാൽ അവിടെ ഒരു സമതലമാണ് അല്ലെ, മോസ്റ്റ് ഓഫ് ദ ഏരിയയും ഒരു പ്ലെയിൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ബിൽഡപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇന്തോ ഗാൻജറ്റിക് പ്ലെയിൻ. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പെൻസില പ്ലേറ്റിലേക്ക് വരുന്നത്. ഇനി നമ്മുടെ ഇന്തോ ഗാൻജറ്റിക് പ്ലെയിൻ അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ പ്ലെയിനിന്റെ തന്നെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷനും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് ദ നോർത്തേൺ പ്ലെയിൻസ്. അപ്പം ഇതിനെ നമുക്ക് മേജർലി നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ബാബർ. കാണാമല്ലോ അല്ലെ, ബാബർ പ്ലെയിൻ. ഈ ബാബർ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫൂട്ട് ഹിൽസ് ഓഫ് ഹിമാലയാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഏരിയ ആണ് ബാബർ എന്ന് പറയുന്നത്. ബാബർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിവേഴ്സ് അവയുടെ ഇറോഷണൽ കപ്പാസിറ്റി മൂലം ഉണ്ടാവുന്ന സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത് വരുന്ന ഏരിയ ആണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് നമ്മൾ പറഞ്ഞു. സോ അതുപോലെ തന്നെ നോക്കിക്കേ, റിവേഴ്സ് ഒരു മലകളിൽ കൂടെ ഒഴുകി വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? അവയ്ക്ക് ഏറ്റവും വെയിറ്റ് ആയിട്ടുള്ള സെഡിമെന്റ്സിനെ ഡിപ്പോസിറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. സോ ഈ ഭാഗത്ത് നമുക്ക് ധാരാളമായിട്ടുള്ള വലിയ വലിയ പാറക്കല്ലുകൾ, നമ്മുടെ ബൗൾഡേഴ്സ്, ഗോബ്ലേഴ്സ് അങ്ങനെയുള്ള വലിയ വലിയ പാറക്കഷ്ണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഡിപ്പോസിറ്റ് ചെയ്ത് റിവർ മൂവ് ചെയ്യാണ്. സോ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ റിവറിന്റെ ഡിസപ്പിയറൻസ് ആയിട്ട്, അതായത് റിവറിനെ ആ ഭാഗത്ത് നമുക്ക് കാണാനാവാതെ തോന്നും. അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും നമുക്ക് വിസിബിൾ ആയിട്ട് തോന്നുന്നത് ആ വലിയ പാറക്കഷ്ണങ്ങളായിരിക്കും. റിവർ അതിന്റെ അടിയിലൂടെ ഒഴുകുന്നുണ്ട്, ബട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ആ പാറക്കഷ്ണങ്ങളായിരിക്കും. സോ ഇവിടെ നമുക്ക് ബാബർ എന്നുള്ള ഒരു ഭാഗത്ത് നമുക്ക് പറയാം റിവർ അപ്രത്യക്ഷമാവുന്നു അല്ലെങ്കിൽ ഡിസപ്പിയറൻസ് ഓഫ് റിവർ ആണ് ബാബർ റീജിയനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം ഒരു 8 to 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഈ ഒരു ഏരിയ വ്യാപിച്ചു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ തെരായ് റീജിയനിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് കാണാം റീ എമർജൻസ് ഓഫ് അല്ലെങ്കിൽ റീ അപ്പിയറൻസ് ഓഫ് റിവേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് കുറച്ചുകൂടെ ഫൈനർ ആയിട്ടുള്ള സെഡിമെന്റ്സ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാമ്പി മാർഷി ഏരിയാസ് ആയിട്ടാണ് ഈ ഭാഗം കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ ബാബർ റീജിയനിൽ വെജിറ്റേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഈ ഉരുളൻ പാറക്കഷ്ണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വെജിറ്റേഷൻ വളരെ കുറവായിരിക്കും, നമുക്ക് പൊതുവെ ഇല്ലാന്ന് തന്നെ പറയാം. ഓക്കെ, തെരായ് റീജിയനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നാച്ചുറൽ വെജിറ്റേഷന് ഓക്കെ ആയിട്ടുള്ള റീജിയൻ ആണ് തെരായ് റീജിയൻ. അവിടെ റീ എമർജൻസ് ഓഫ് റിവർ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഫൈനർ ആയിട്ടുള്ള സെഡിമെന്റ്സ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. നാച്ചുറൽ വെജിറ്റേഷൻ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ റീജിയനിലാണ് നമ്മുടെ ദുദുവ നാഷണൽ പാർക്ക് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദുദുവ നാഷണൽ പാർക്ക് ഒക്കെ ഈ തെരായ് റീജിയനിൽ കാണാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യ പാക് പാർട്ടീഷന്റെ സമയത്ത്
പാകിസ്ഥാനിലുണ്ടായിരുന്ന കുറേയധികം ജനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരണം എന്നുണ്ടായിരുന്നു. സോ അവരെ പാർപ്പിക്കാനായിട്ട് ആ ഭാഗത്തെ മരങ്ങളൊക്കെ മാറ്റി അവർക്ക് ഒരു വാസസ്ഥലം ഇന്ത്യ ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് തെരായ് റീജിയൻ. സോ അവിടെ നാച്ചുറൽ വെജിറ്റേഷൻ പോസിബിൾ ആണ്, ഈവൻ നമ്മുടെ അഗ്രികൾച്ചറും അവിടെ പോസിബിൾ ആണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ അലൂവിയൽ പ്ലെയിൻസ്. ഓക്കെ, അലൂവിയൽ പ്ലെയിൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും, ഭംഗർ ആൻഡ് ഖാദർ. ഓൾഡർ അലൂവിയം എന്നറിയപ്പെടുന്നത് ഭംഗർ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾഡർ അലൂവിയം ഈസ് നോൺ ആസ് ഭംഗർ ആൻഡ് ന്യൂവർ അലൂവിയം എന്ന് പറയുന്നത് ഏതാണ്? ഖാദർ ആണ്. ഇവിടെ ആദ്യത്തെ പിക്ചറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റിവർ കാണിക്കുന്നുണ്ട് അല്ലെ. ഈ റിവറിനോട് ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന അലൂവിയൽ ഡെപ്പോസിറ്റ് ആണ് ഖാദർ. റിവറിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡെപ്പോസിറ്റ് ആണ് ഖാദർ, അതാണ് ന്യൂവർ അലൂവിയം. റിവറിൽ നിന്ന് മാറി ഇച്ചിരി അകന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഡെപ്പോസിറ്റ് ആണ് ഭംഗർ, അതാണ് ഓൾഡർ അലൂവിയം. ഓക്കെ, കാണാനായിട്ട് സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റിവർ വാലി, റിവറിനടുത്ത് കാണുന്ന ഡെപ്പോസിഷൻ അലൂവിയൽ ഡെപ്പോസിറ്റ് ആണ് ന്യൂവർ അലൂവിയം, അതാണ് ഖാദർ. ഓൾഡർ അലൂവിയം എന്ന് പറയുന്നത് റിവറിൽ നിന്ന് അകന്ന് കാണാൻ കഴിയുന്ന ഒന്നാണ് ഓൾഡർ അലൂവിയം ആയിട്ടുള്ള ഭംഗർ. ഇതില് ഫെർട്ടിലിറ്റി ഏറ്റവും കൂടുതൽ ന്യൂവർ അലൂവിയം ആയിട്ടുള്ള ഖാദറിലാണ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്ന അലൂവിയം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഭംഗർ ആണ്. ഓക്കെ, ബിക്കോസ് ഓൾഡർ അലൂവിയം ആണല്ലോ. ഭംഗർ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭംഗർ കമ്പാരിറ്റീവ്ലി ഖാദറിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റി കുറച്ച് കുറവാണ്. എന്നിരുന്നാലും രണ്ടും അലൂവിയൽ സോയിൽസ് ആണെന്ന് നമുക്കറിയാം. അലൂവിയൽ സോയിൽസ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ടു അഗ്രികൾച്ചർ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫിസിയോഗ്രഫിക് നോർത്തേൺ പ്ലെയിൻസിൽ തന്നെയുള്ള മറ്റൊരു ഫീച്ചർ ആണ് നമ്മുടെ മാൻഗ്രൂവ് എക്കോസിസ്റ്റം അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഡെൽറ്റ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോമിംഗ് ഡെൽറ്റാസ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സുന്ദർബൻസ് ആണ്. സോ ഇന്ത്യയിൽ തന്നെയും ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മാൻഗ്രോവ് എക്കോസിസ്റ്റം ആണ് സുന്ദർബൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഏതൊക്കെ റിവേഴ്സിന്റെ കോൺഫ്ലുവൻസ് ആയിരിക്കും? നമ്മുടെ ഗംഗ, അതുപോലെ ബ്രഹ്മപുത്ര ആൻഡ് മേഘ്ന റിവേഴ്സ്. ഈ റിവറിന്റെ കോൺഫ്ലുവൻസ് അല്ലെങ്കിൽ ഈ റിവേഴ്സ് ഫോം ചെയ്തിട്ടുള്ള ഡെൽറ്റൈക് ഏരിയയിലാണ് നമുക്ക് ഈ ഒരു മാൻഗ്രോവ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സുന്ദർബൻസ് എന്ന് പറയുന്ന ഏരിയാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ സുന്ദർബൻ ഇൻ ഇന്ത്യ ഈസ് ലാർജസ്റ്റ് മാൻഗ്രോവ് എക്കോസിസ്റ്റം എന്ന് പറയും. അതുപോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് സുന്ദർബൻസ് ടൈഗർ റിസർവ്, സുന്ദർബൻ വെറ്റ്ലാൻഡ്, സുന്ദർബൻസ് നാഷണൽ പാർക്ക് ആൻഡ് ബയോസ്ഫിയർ റിസർവ്. ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ സുന്ദർബൻസ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നമുക്ക് കാണാം ഇന്ത്യ ബംഗ്ലാദേശ് അതിന്റെ ബേ ഓഫ് ബംഗാൾ റീജിയനിൽ കാണുന്ന ആ ഒരു ഇൻസെറ്റിലുള്ള ചെറിയ ഏരിയ ആണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓൺലി മാംഗ്രോവ് ഫോറസ്റ്റ് ഇൻ ദ വേൾഡ് ഇൻഹാബിറ്റഡ് ബൈ ടൈഗേഴ്സ്. ഓക്കെ, പ്രൊജക്ട് ടൈഗർ ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് മാംഗ്രോവ്സ്, അതായത് മാംഗ്രോവ്സിൽ ടൈഗേഴ്സ് ഇൻഹാബിറ്റ് ചെയ്തിട്ടുള്ള ഒരു മാംഗ്രോവ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സുന്ദർബൻ വെറ്റ്ലാൻഡ് ഇന്ത്യ വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് അണ്ടർ ദ റാംസർ കൺവെൻഷൻ ഇൻ ജാനുവരി 2019. 2019 റാംസർ കൺവെൻഷന്റെ അണ്ടറിൽ വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ളൊരു ടാഗ് ലൈനിൽ നമ്മൾ ഈ സുന്ദർബൻസ് ഏരിയനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെനിൻസുല ബ്ലോക്ക് സിസ്റ്റത്തിലേക്ക് പോകാം. നമ്മുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷനിൽ മൂന്നാമതായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒന്നാണ് പെനിൻസുല ഡിവിഷൻ അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റ്യൂസ്. നമുക്കറിയാം ബേസിക്കലി പ്ലേറ്റ്യൂസ് ആൻഡ് മൗണ്ടൻസ് തമ്മിലുള്ള ഡിഫറൻസസ് നമുക്കറിയാം അല്ലെ. രണ്ടും സീ ലെവലിൽ നിന്ന് ഹൈറ്റൺ ആയിട്ട് പോകുന്ന ഒന്നാണ്, ഫീച്ചേഴ്സ് ആണ്. പക്ഷെ പ്ലേറ്റ്യൂസിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ എന്താണ്? ഒരു ടേബിൾ ലാൻഡ് ഫോർമേഷൻ അല്ലെ, ഒരു മേശ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ടേബിൾ ലാൻഡ് ഫോർമേഷൻ അല്ലെങ്കിൽ പ്ലേറ്റ്യൂസ് എന്ന് പറയുന്നത്. സോ പെനിൻസുലാർ ബ്ലോക്ക് അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റ്യൂസ് എന്നറിയപ്പെടുന്നത് ധാരാളം പ്ലേറ്റ്യൂസിനാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ ഉണ്ട്, ഡെക്കാൻ പ്ലേറ്റ്യൂ ഉണ്ട്, മാൽവ പ്ലേറ്റ്യൂ ഉണ്ട്. ഇങ്ങനെ കുറെ അധികം പ്ലേറ്റ്യൂസിന്റെ ഒരു ആകെ തുകയാണ് പെനിൻസുലാർ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഭാഗം നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഹിമാലയാസ് പോലെയല്ല. ഓക്കെ, കുറച്ചുകൂടെ ഹിമാലയാസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വളരെയധികം യങ് ഫോർമേഷൻ അല്ലെങ്കിൽ ഏറ്റവും റീസെന്റ് ഫോർമേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. പക്ഷെ പെനിൻസുല സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പെനിൻസുല ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്കറിയാം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോം ആണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലാൻഡ് ആണ് പെനിൻസുല പ്ലേറ്റ്യൂവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ കാരണം ഈ പറയുന്ന പെനിൻസുല ബ്ലോക്കിന്റെ ഫോർമേഷൻ തന്നെയാണ്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഗോണ്ട്വാന ലാൻഡിന്റെ ഒരു പാർട്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ഈ ഗോണ്ട്വാന ലാൻഡിന്റെ പാർട്ടായിട്ടുള്ള ഇന്ത്യൻ പ്ലേറ്റ് ഏതാണ്? അത് നമ്മുടെ പെനിൻസുല റീജിയൻ അല്ലെങ്കിൽ ഈ പെനിൻസുല പ്ലേറ്റ്യൂ ആണ്. ഓക്കെ, ഗോണ്ട്വാന ലാൻഡിന്റെ പാർട്ടായിട്ടുള്ള ഇന്ത്യൻ
പാർട്ട് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പെനിൻസുല പ്ലേറ്റു ആണ്. സോ ഇത് കാരണം തന്നെ അത്യാവശ്യം പഴമ ഈ പറയുന്ന റീജിയൻ അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു ഏജ് എന്ന് പറയുന്നത്, പെനിൻസുല പ്ലേറ്റുവിന്റെ ഏജ് എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ പഴക്കം ചെന്നത് മൂലം തന്നെ ഈ ഒരു ലാൻഡ് ഫോം എന്ന് പറയുന്നത് വളരെ റിജിഡ് ആയിട്ടും വളരെ എന്താ പറയാ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഹിമാലയാസ് പോലെ ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത വളരെ റിജിഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ലാൻഡ് ഫോം ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഈ സ്റ്റെബിലിറ്റി കാരണം നമുക്ക് കുറെ അധികം ഫീച്ചേഴ്സ്, റിഫ്റ്റ് വാലീസ്, ഡെൽറ്റാസ്, റിസീജ്വൽ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവശിഷ്ട പർവ്വതങ്ങൾ എന്നൊക്കെ പറയാല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആരവല്ലീസ്, ഓക്കെ, ആരവല്ലീസ് ഒക്കെ പോലെ ആയിരിക്കും നമുക്ക് അങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ പെനിൻസുല പ്ലേറ്റു റീജിയനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വളരെ ചെറിയതായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഈ പെനിൻസുല പ്ലേറ്റു നമുക്കൊരു ബൗണ്ടറി പറയാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർത്തേൺ റീജിയനിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഡൽഹി റിഡ്ജ് ആണ്. ഓക്കെ, നോർത്തേൺ ഏരിയയിൽ ഇത് ഞാൻ നമ്മുടെ ഒരു പഠന എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. പെനിൻസുല പ്ലേറ്റു നമ്മൾ പറയാറുണ്ട് ഒരു ട്രയാങ്കുലർ ലാൻഡ് മാസ് പോലെയുള്ള ഒരു ഏരിയ ആണ്. ഇന്ത്യൻ മെയിൻലാൻഡിൽ ട്രയാങ്കുലർ ലാൻഡ് മാസ് പോലെയുള്ള ഒരു ഏരിയ ആണെന്നാണ് നമ്മൾ പറയാറ് അല്ലെ. സോ ഈ പെനിൻസുല പ്ലേറ്റുവിന്റെ ഏറ്റവും നോർത്തേൺ ഒരു ബൗണ്ടറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? നമ്മുടെ ഡൽഹി റിഡ്ജ്. ഓക്കെ, ഡൽഹി റിഡ്ജ്. ആൻഡ് ദെൻ നമ്മുടെ വെസ്റ്റേൺ സൈഡിലേക്ക് നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഗിർ റേഞ്ച്. ഓക്കെ, ഗിർ റേഞ്ച് കാണാം. അതുപോലെ നോർത്തേൺ റീജിയനിൽ നമ്മുടെ ഡൽഹി റിഡ്ജ് പറഞ്ഞു. ഇനി നമ്മുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുമ്പം രാജ്മഹൽ ഹിൽസ്. ഇത് നിങ്ങൾ മാപ്പിലേക്ക് ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കണം. രാജ്മഹൽ ഹിൽസ്. ആൻഡ് ദെൻ ഏറ്റവും സദേൺ പോർഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കാഡമം ഹിൽസ്. ഓക്കെ, ഒരു ഏകദേശം ഒരു ബൗണ്ടറി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ഏരിയാസ് ആണ് ഡൽഹി റിഡ്ജ്. നോർത്തേൺ സൈഡിൽ നമുക്ക് ഡൽഹി റിഡ്ജ് കാണാം. ആൻഡ് ദെൻ വെസ്റ്റേൺ സൈഡിൽ എന്താണ് നമ്മുടെ ഗിർ റേഞ്ച് കാണാം. ആൻഡ് ഈസ്റ്റേൺ സൈഡിലേക്ക് വരുമ്പം രാജ്മഹൽ ഹിൽസ് കാണാം. സദേൺ സൈഡിലേക്ക് വരുമ്പം കാഡമം ഹിൽസ് കാണാം. ഇത് ഏകദേശം ഒരു പെനിൻസുല പ്ലേറ്റു റീജിയന്റെ ബൗണ്ടറീസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം മൗണ്ടൻ റേഞ്ചസ്. ആരവല്ലീസ് നമ്മൾ കണ്ടു അല്ലെ. നോക്കിക്കേ, ആരവല്ലീസിന്റെ ഒരു ഏരിയ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. നമ്മുടെ താർ ഡെസേർട്ടിന്റെ ഒക്കെ സൗത്ത് ഈസ്റ്റേൺ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആരവല്ലീസ്. ആൻഡ് ദെൻ വിന്ധ്യൻ റേഞ്ച്, ഈ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് വിന്ധ്യൻ റേഞ്ച്. ആൻഡ് ദെൻ സത്പുര, ഇന്ത്യയുടെ സദേൺ റീജിയനിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഏത്? സത്പുര റേഞ്ച്. ആൻഡ് ദെൻ മഹാദിയോ ഹിൽസ് കാണാം. ആൻഡ് ദെൻ മൈക്കല റേഞ്ച്. പിന്നെ നമ്മുടെ ഡെക്കാൻ പ്ലേറ്റു ഏരിയ കാണുന്നുണ്ടല്ലോ അല്ലെ. ഡെക്കാൻ പ്ലേറ്റു അതിന്റെ 2 എസ്കാപ്മെന്റ്, ഡെക്കാൻ പ്ലേറ്റുവിന്റെ എസ്കാപ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ സൈഡിൽ നമുക്ക് കാണാം വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ സൈഡിൽ നമുക്ക് ഈസ്റ്റേൺ ഗട്ട്സ് കാണാം. ഇനി ഇതുകൂടാതെ തന്നെ പെനിൻസുല പ്ലേറ്റുവിന്റെ മറ്റൊരു ഭാഗമാണ് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റു. ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റു നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. On the basis of prominent relief features, the Peninsula Plateau can be divided into 3 broad groups. Okay, first one Deccan Plateau. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ, Deccan Plateau, and then Central Highlands, and then Northeastern Plateau. Northeastern Plateau, Central Highlands, Deccan Plateau. ഇങ്ങനെ 3 ആയിട്ട് നമുക്ക് ഈ ഒരു Peninsula Plateau region ഡിവൈഡ് ചെയ്യാൻ പറ്റും. Deccan Plateauവിന്റെ 2 എസ്കാപ്മെന്റ് ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞു വെസ്റ്റേൺ ഗട്ട്സ് അല്ലെ. വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ Deccan Plateauവിന്റെ വെസ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു മലഞ്ചെരിവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ടും വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും ഒരു മൗണ്ടൻസ് ആണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? അത് മൗണ്ടൻസ് ആണോ? എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ വെസ്റ്റേൺ മൗണ്ടൻസ് എന്നാ വിളിക്കാഞ്ഞത് അല്ലെ? അപ്പൊ അതൊരു മൗണ്ടൻസ് അല്ല, അതൊരു എസ്കാപ്മെന്റ് ആണ്. മലഞ്ചെരിവുകൾ എന്ന് നമുക്ക് മലയാളത്തിലൊക്കെ പറയാനായിട്ട് സാധിക്കും. സോ ഡെക്കാൻ പ്ലേറ്റുവിന്റെ വെസ്റ്റേൺ സൈഡിൽ നമുക്ക് എന്താണ്? വെസ്റ്റേൺ ഗട്ട്സ് കാണാം. ഈസ്റ്റേൺ സൈഡിൽ നമുക്ക് ഈസ്റ്റേൺ ഗട്ട്സ് കാണാം. ആൻഡ് ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ട്രയാങ്കുലർ ലാൻഡ് മാസ് ആണ്. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടുവാർഡ്സ് ദ സൗത്ത് ഓഫ് ദ റിവർ നർമ്മദ. നർമ്മദ താപ്തി നമുക്കറിയാം. ആ നർമ്മദയുടെ സൗത്തേൺ റീജിയനിലേക്ക് നമുക്ക് കാണുന്ന ഒന്നാണ് ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭാഗത്ത് അതായത് ഈ ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത് വെസ്റ്റിൽ കുറച്ച് ഹയറും ആൻഡ് ഈസ്റ്റിലേക്ക് കുറച്ച് സ്ലോപ്പ് കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ പെനിൻസുലാർ ഇന്ത്യ, അതായത് നമ്മുടെ മെയിൻലാൻഡ് ഇന്ത്യയുടെ ഒരു മാപ്പിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെരിവ് കാണാനായിട്ട് സാധിക്കും. അത് കൂടുതലും എങ്ങോട്ടേക്കാണ്? നമ്മുടെ ഈസ്റ്റേൺ സൈഡിലേക്കാണ് ആ ഒരു സ്ലോപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ റിവേഴ്സും എങ്ങോട്ടേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്? നമ്മുടെ ബേ ഓഫ് ബംഗാൾ റീജിയനിലേക്കാണ് അല്ലെ. അറബിക്കടലിലേക്ക് പോകുന്ന റിവേഴ്സ് അല്ലെങ്കിൽ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയുന്നത് കുറവാണ്. അത് ഈ ഒരു ജോഗ്രഫിക്കൽ ടെറൈനെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെയും നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, അതായത് ഡെക്കാൻ പ്ലേറ്റുവിന്റെ വെസ്റ്റേൺ ഭാഗത്ത് കാണുന്ന വെസ്റ്റേൺ ഗട്ട്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാസസ് ആണ് താൽഘട്ട്,
ബോർഘട്ട്, അതുപോലെ പാൽഘട്ട്സ് ഒക്കെ. വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും വലിയ പാസ്സാണ് നമ്മുടെ പാലക്കാടൻ ചുരം എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റുവിനെയും ഡെക്കാൻ പ്ലേറ്റുവിൽ ഇൻക്ലൂഡഡ് അല്ല ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു എന്ന് പറയുന്നത്. സോ അതിനെ രണ്ടുപിന്നെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പാണ് മാൽഡ ഗ്യാപ്പ്. ഓക്കെ, മാൽഡ ഗ്യാപ്പ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു നമ്മൾ പെനിൻസുല പ്ലേറ്റു റീജിയനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സെൻട്രൽ ഹൈലാൻഡ്സ്, അതുപോലെ ഡെക്കാൻ പ്ലേറ്റു ആൻഡ് ദെൻ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റു എന്ന് പറയുന്നത്. സോ സെൻട്രൽ ഹൈലാൻഡ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് മാൽവ പ്ലേറ്റു ഉണ്ട്, ബുന്ദേൽഖണ്ഡ് പ്ലേറ്റു ഉണ്ട്, ബാഗേൽഖണ്ഡ് പ്ലേറ്റു ഉണ്ട്, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു ഉണ്ട്. ഓക്കെ, ഈ ഏരിയാസ് ഒക്കെ നമുക്ക് സെൻട്രൽ ഹൈലാൻഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ദെൻ നോക്കിക്കേ, ഡെക്കാൻ പ്ലേറ്റുവിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് കർണാടക പ്ലേറ്റു, തെലങ്കാന പ്ലേറ്റു, അതുപോലെ ദണ്ഡകാരണ്യ പ്ലേറ്റൂസ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റൂസിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റു എന്ന് പറയുന്നതാണ് നമ്മുടെ ഷില്ലോങ് പ്ലേറ്റു, അല്ലെങ്കിൽ ആസാമിലുള്ള കർബി ആംഗ്ലോങ് പ്ലേറ്റു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം നമ്മൾ നേരത്തെ പൂർവാഞ്ചൽ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു അരുണാചൽ പ്രദേശിന്റെ സദേൺ റീജിയനിലേക്കുള്ള ബറൈൽ റേഞ്ച്, ലുഷായ് ഹിൽസ്, മീസോ ഹിൽസ്, ഇങ്ങനെ കുറെ ഹിൽസ് ഒക്കെ എന്തിന്റെ പാർട്ടാണ്? ഹിമാലയാസിന്റെ പാർട്ടായിട്ടുള്ള പൂർവാഞ്ചലിന്റെ പാർട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാണ്, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റുവിന്റെ പാർട്ടാണ് മേഘാലയയിൽ കാണുന്ന, മേഘാലയ കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലോ അല്ലെ ഈ ഒരു പിക്ചറിൽ, മേഘാലയയിൽ കാണുന്ന ഗാരോ, ഖാസി, ജയന്തിയ ഹിൽസ്. ഗാരോ, അതുപോലെ ഖാസി ആൻഡ് ദെൻ ജയന്തിയ ഹിൽസ്. ഓക്കെ, ഈ മൂന്ന് ഹിൽസും നമുക്ക് എന്തിന്റെ പാർട്ടാണ്? നമ്മുടെ മേഘാലയയിലുള്ള ഒരു ഏരിയ ആണ്. അത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റുവിന്റെ പാർട്ടാണ്. ഓക്കെ, ഒരിക്കലും അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഒരിക്കലും അത് പൂർവാഞ്ചൽ ഹിൽസിന്റെ പാർട്ടല്ല, വിച്ച് മീൻസ് അത് ഹിമാലയാസിന്റെ പാർട്ടല്ല. അത് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റു റീജിയന്റെ പാർട്ടാണ്. ഓക്കെ, ഗാരോ, ഖാസി, ജയന്തിയ എന്ന് പറയുന്നത്. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എക്സ്റ്റൻഷൻ ഓഫ് ദ മെയിൻ പെനിൻസുലാർ പ്ലേറ്റു ആണ് നമുക്ക് ഷില്ലോങ് പ്ലേറ്റുവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെയുള്ള 3 കുന്നുകൾ നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റു റീജിയന്റെ പാർട്ടാണ്. അവ ഹിമാലയാസിന്റെയോ പൂർവാഞ്ചലിന്റെയോ പാർട്ട് അല്ല. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ പെനിൻസുല പ്ലേറ്റുവിൽ ഉള്ള പ്ലേറ്റൂസ്, അതുപോലെ വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, അതിന്റെ ആരവല്ലി ബൗണ്ടറി, മേഘാലയയിലുള്ള ഗാരോ, ഖാസി കുന്നുകൾ ആൻഡ് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു, വിന്ധ്യ, സത്പുരയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മുടെ നെക്സ്റ്റ് ജോഗ്രഫിക്കൽ ഡിവിഷൻ ആണ് ഇന്ത്യൻ ഡെസേർട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ താർ ഡെസേർട്ട്, വൺ ആൻഡ് ഓൺലി ഹോട്ട് ഡെസേർട്ട് ഇൻ ഇന്ത്യ അല്ലെ, അതാണ് താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. നോക്കിക്കേ, താർ ഡെസേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആരവല്ലിയുടെ ഒരു വെസ്റ്റേൺ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ആയി കിടക്കുന്ന ഒരു ഭാഗമാണ് താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിനെ അല്ലെങ്കിൽ നമ്മളെ ഒരു ഭാഗത്തിനെ എന്താണ് ഡെസേർട്ട് ആക്കി മാറ്റുന്നത്? ഡെസേർട്ടിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം, നമ്മുടെ പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, പ്രസിപ്പിറ്റേഷൻ ആണ് ഡെസേർട്ട് ഏരിയനെ ഡെസേർട്ട് ആണോ അല്ലയോ എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നത്. അതോ കംപ്ലീറ്റ് ഡെസേർട്ട് ആണോ, അതോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരുസ്ഥലി ബാഗർ റീജിയൻ, അതായത് ഒരു സെമി എറിഡ് റീജിയൻ ആണോ, അതോ കംപ്ലീറ്റ്ലി മരുസ്ഥലി ആണോ എന്നൊക്കെയുള്ളത് നമുക്ക് ഈ പറയുന്ന പ്രസിപ്പിറ്റേഷന്റെ അളവിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഏകദേശം ഇന്ത്യയും പാകിസ്ഥാനിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഏരിയാസും നമ്മുടെ ഇന്ത്യയിലാണ് താർ ഡെസേർട്ടിന്റെ ഉള്ളത്. ഈ ഭാഗത്ത് അത്യാവശ്യം ജനസാന്ദ്രതയും നമുക്ക് കാണാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, ആ ഭാഗത്തിന്റെ ഒരു എക്സ്റ്റൻഷനും എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? നമ്മുടെ താർ ഡെസേർട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മരുസ്ഥലി ബാഗർ പ്ലെയിൻ അല്ലെങ്കിൽ രാജസ്ഥാൻ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. സോ ഇന്ത്യൻ ഡെസേർട്ട് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഒരു ഏരിയനെ അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ ആണ് എന്താക്കി മാറ്റുന്നത്? ഡെസേർട്ട് ആണോ അല്ലയോ എന്നുള്ളത് ആക്കി മാറ്റുന്നത്. സോ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 150 മില്ലിമീറ്റർ ബിലോ ആയിരിക്കും അവിടുത്തെ ആവറേജ് ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് നമുക്കറിയാം കൃത്യമായിട്ടൊന്നും മഴ പെയ്യുന്നില്ലാത്തൊരു ഏരിയ ആണ്. ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം ലാറ്റിറ്റ്യൂഡാണ്, റഫ്ലി സെയിം ലാറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ ഈസ്റ്റേൺ സൈഡിലുള്ള മൗസിൻഡ്രാം ആ ഒരു ഭാഗം കിടക്കുന്നത്. ഓക്കെ, ഈ മൗസിൻഡ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മഴ കൂടുതൽ ലഭിക്കുന്ന ഏരിയ ആണ് മൗസിൻഡ്രാം, ചിറാപുഞ്ചി റീജിയൻസ് ഒക്കെ. പക്ഷെ അതേ ലാറ്റിറ്റ്യൂഡിൽ തന്നെയുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. അവിടുത്തെ ആനുവൽ റെയിൻഫോൾ കണ്ടോ, ആ ഒരു രീതിയിലേക്കുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. ഇറ്റ് ഹാസ് എറിഡ് ക്ലൈമറ്റ് ആൻഡ് ലോ വെജിറ്റേഷൻ. ഈ ഒരു വെജിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രസിപ്പിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു എറിഡ് ക്ലൈമറ്റ് ആണ്. അതുപോലെ തന്നെ അവിടെ വെജിറ്റേഷൻ വളരെ കുറവാണ്.
ഇവിടെ ഈ സോയിലിന് ഫെർട്ടിലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ അത്യാവശ്യം ഇറിഗേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ധാരാളം, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ വെജിറ്റേഷൻ എന്നുള്ള രീതിയിൽ തന്നെ എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ അടുത്തുള്ള സ്റ്റഡീസ് ഒക്കെ കണ്ടു അല്ലെ, സഹാറ ഡെസേർട്ട്, അതുപോലെ ഇന്ത്യൻ ഡെസേർട്ടിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി ടേൺ ടു ഗ്രീനർ, വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പച്ചപ്പായിട്ട് എടുക്കാം എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു. സോ ഇവിടെ എന്താണ് ഇവാപ്പറേഷൻ, അതായത് നമ്മുടെ പ്രസിപ്പിറ്റേഷൻ വരുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ റേറ്റിൽ ഇവാപ്പറേഷൻ കാണാനായിട്ട് പറ്റുന്നത് കൊണ്ടാണ് ഇവിടെ ഇതൊരു ഡെസേർട്ടിക് റീജിയൻ ആയിട്ട് മാറുന്നത്. സോ ലോ പ്രസിപ്പിറ്റേഷൻ ആൻഡ് ഹൈ ഇവാപ്പറേഷൻ, അതാണ് നമ്മുടെ താർ ഡെസേർട്ടിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഡെസേർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡെസേർട്ടിൽ നമുക്ക് ധാരാളമായിട്ട് വിൻഡ് ഫോർമേഷൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും. നമുക്കറിയാം നമ്മുടെ രാജസ്ഥാൻ ഏരിയയിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന ഒരു വിൻഡാണ് ലൂ എന്ന് പറയുന്നത് അല്ലെ. ലൂ എന്ന് പറയുന്നത് ഒരു ഉഷ്ണക്കാറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു ലൂ എന്ന് പറയുന്നത് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിലേക്കൊക്കെ വീശുന്നതായിട്ടൊക്കെ നമുക്കറിയാം. സോ ഇങ്ങനെ ധാരാളം വിൻഡിന്റെ ഒരു ഫോർമേഷൻ, അതായത് വിൻഡിന്റെ ഇറോഷണൽ കപ്പാസിറ്റി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ താർ ഡെസേർട്ട് ഏരിയാസിലൊക്കെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഇവിടെ പിക്ചേഴ്സിൽ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും ബർച്ചൻ, സീഫ് എന്നൊക്കെ ഉള്ള രീതിയിൽ കാണാൻ പറ്റും. ഇത് ബേസിക്കലി എന്താണ്, ഈ വിൻഡിന്റെ ഫോർമേഷൻ, വിൻഡിന്റെ ഇറോഷണൽ കപ്പാസിറ്റി കൊണ്ട് വിൻഡ് ഫോം ചെയ്ത് വെച്ചിട്ടുള്ള സാൻഡ് ഡ്യൂൺസുകളൊക്കെയാണ് ഈ ബർച്ചൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ബർച്ചൻസ്, അതായത് ബർച്ചൻസ് എന്ന് പറയുന്നത് ഒരു ചന്ദ്രക്കല പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. സീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിവാളൊക്കെ പോലെയുള്ള ഷേപ്പിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് സീഫ് എന്ന് പറയുന്നത്. സോ ഈ വിൻഡ് ഡയറക്ഷൻ മൂലം ഉണ്ടാവുന്ന കുറച്ചധികം ലാൻഡ് ഫോംസ് ആണ് ബർച്ചൻ, സീഫ്സ്, അതുപോലെ ഡ്രയൻസ് എന്ന് പറയും. DHRIANS, ഡ്രയൻസ് എന്ന് പറയുന്നതും ഈ ഷിഫ്റ്റിംഗ് സാൻഡ് ഡ്യൂൺസ് ആണ് ഡ്രയൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കുറച്ചധികം ഫിനോമിനൻസ് നമ്മുടെ താർ ഡെസേർട്ട് റീജിയനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സർഫസ് ഫീച്ചേഴ്സ് ഹാവ് ബീൻ കാർവ്ഡ് ബൈ ഫിസിക്കൽ വെതറിംഗ് ആൻഡ് വിൻഡ് ആക്ഷൻസ്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റു ഫീച്ചേഴ്സ് ആണ് നമ്മുടെ മഷ്റൂം റോക്സ്, ഷിഫ്റ്റിംഗ് ഡ്യൂൺസ്, ഫോർ എക്സാമ്പിൾ ഡ്രയൻസ്, അതുപോലെ ഒയാസിസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടുത്തെ ഉള്ള റിവേഴ്സിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ആർ എഫിമെറൽ. അത് ഒരിക്കലും എന്താണ് ഒരു ഇൻലാൻഡ് വാട്ടർവേ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻലാൻഡ് വാട്ടർ ആയിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഒരിക്കലും അതെന്താണ് ഒരു സീയിലേക്ക് വന്ന് കണക്ട് ആവുന്നില്ല. നമുക്ക് ലൂണിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അറിയാം അല്ലെ, റാൻ ഓഫ് കച്ചിലേക്കൊക്കെ വന്ന് കണക്ട് ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ റിവേഴ്സ് ഒരിക്കലും നമ്മുടെ ഏതാണ് അറേബ്യൻ സീ സിസ്റ്റത്തിലോട്ടൊന്നും വന്ന് ഡയറക്ട്ലി ഡ്രെയിൻ ആവുന്നില്ല. അങ്ങനത്തെ റിവേഴ്സ് ആണ് എഫിമെറൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ റിവേഴ്സ് ആയിരിക്കും നമ്മുടെ ഏതാണ് ഡെസേർട്ട് ഏരിയയിൽ കൂടുതലായിട്ട് കാണാനായിട്ട് ചാൻസ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ഫിസിയോഗ്രഫിക് ഡിവിഷനിലേക്ക് പോകാം. അതാണ് നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് എത്ര കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ടാവും? നമുക്കറിയാം ഇന്ത്യക്ക് 2 സീ സിസ്റ്റങ്ങളുണ്ട് അല്ലെ, അറേബ്യൻ സീ സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ ബേ ഓഫ് ബംഗാൾ റീജിയനും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് 2 കോസ്റ്റൽ പ്ലെയിൻസും ഉണ്ട്. ഏതൊക്കെയായിരിക്കും? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ദെൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്ത് മുതൽ കേരള, അല്ലെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു തമിഴ്നാട് വരെ, കേപ്പ് കുമോറിൻ, കന്യാകുമാരി വരെ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നതോ നമ്മുടെ ഒഡീഷ മുതൽ തമിഴ്നാട് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും നമുക്ക് കച്ച് പെനിൻസുല അല്ലെ, കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, കച്ച് പെനിൻസുല. ആൻഡ് അതുപോലെ തന്നെ അതിന്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് കത്യവാർ പെനിൻസുല. എന്താണ് ഈ പെനിൻസുല എന്ന് അറിയാലോ അല്ലെ. ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുന്നത് 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയാസിനെയാണ് നമ്മൾ പെനിൻസുല എന്ന് പറയുന്നത്. സോ കച്ച് പെനിൻസുല എന്താണ്? 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയയാണ് കച്ച് പെനിൻസുല എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അതിന് താഴത്തേക്കായിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ കത്യവാർ പെനിൻസുല കാണാനായിട്ട് പറ്റും. ആൻഡ് ദെൻ കൊങ്കൺ കോസ്റ്റ്, മഹാരാഷ്ട്ര മുതൽ കർണാടക, ഗോവ, കർണാടക വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്. സദേൺ കർണാടക മുതൽ കേരള വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് നമ്മുടെ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ആൻഡ് ദെൻ നോക്കിക്കേ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒഡീഷ മുതൽ നമ്മുടെ ഈ ഭാഗത്തേക്ക് താഴത്തേക്ക് വരുവാണെങ്കിൽ ആന്ധ്രാപ്രദേശ് ആ ഭാഗത്ത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടു, നമ്മുടെ കൊറമാണ്ടൽ കോസ്റ്റ് അല്ലെ, തമിഴ്നാടു തീര ഭാഗമായിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ കൊറമാണ്ടൽ കോസ്റ്റ്. ഈ ഭാഗത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിന് അതിൻ്റെതായ കുറച്ച് സവിശേഷതകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഡിഫറെന്റ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ ഫിസിയോഗ്രഫിക് ഡിവിഷനിൽ വരുന്നത്, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹിമാലയാസ് ഫോം ചെയ്തത് മുതൽ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പറയും സബ്മേർജ്ഡ് കോസ്റ്റൽ പ്ലെയിൻസ് ആണെന്ന് പറയും. ഓക്കെ, സബ്മേർജ്ഡ് കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് വെച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി ആ റിവേഴ്സ്
റിവേഴ്സ് പോയി, അതായത് വന്ന് കടലിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കിനും, നമ്മുടെ ഓഷനുമായിട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ എസ്റ്റുറീസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ഡെൽറ്റാസിനെയും നമ്മുടെ ഈസ്റ്റേൺ സൈഡിലാണ് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോ പറഞ്ഞു സുന്ദർബൻസ് അല്ലെ, അത് ഏത് സൈഡിലാണ്? നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്തേക്കാണ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലാണ് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ KG ബേസിൻ, കൃഷ്ണ ഗോദാവരി ബേസിൻ, ഇത് നമുക്ക് ഏത് ഭാഗത്തായിട്ടാണ് കാണാൻ പറ്റുന്നത്? നമ്മുടെ ഈസ്റ്റേൺ സൈഡിലാണ് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ KG ഡെൽറ്റ, ഇങ്ങനെ ഓരോ ഡെൽറ്റാസ് നമുക്ക് ഈസ്റ്റേൺ സൈഡിലായിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. സോ ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡെൽറ്റാസ് കാണാൻ പറ്റത്തില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റാസ് നമുക്ക് അവിടെ എസ്റ്റുറീസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ പിക്ചറിൽ ഞാനൊരു എസ്റ്റുറി ഫോം ചെയ്ത്, എസ്റ്റുറിയുടെ ഒരു പിക്ചറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കേ, നമ്മുടെ റിവറിൽ നിന്ന് വരുന്ന ഫ്രഷ് വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ ഓഷനിൽ നിന്ന് വരുന്ന സലൈൻ വാട്ടർ അല്ലെ, ആ ഒരു വാട്ടറും കൂടെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും നമുക്ക് എസ്റ്റുറീസിൽ കാണാനായിട്ട് പറ്റുക. ബേസിക്കലി നമ്മൾ അതിനെ ബ്രാക്കിഷ് വാട്ടർ എന്നൊക്കെ പറയും. അതായത് ഈ രണ്ടിന്റെയും, അതായത് ഓഷ്യൻ വാട്ടറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ റിവർ വാട്ടറിന്റെയും ഒരു മിക്സ്ചർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് ഒരു സാൻഡ് സ്പ്ലിറ്റ്, സാൻഡ് വന്ന് അടിഞ്ഞു കിടക്കുന്നതായിട്ട് അല്ലെങ്കിൽ കൂടി വന്ന് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി മഴയൊക്കെ കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ആ സാൻഡ് സ്പ്ലിറ്റ് എന്ത് ചെയ്യും, അതിന് മുകളിൽ കൂടെ തന്നെയും നമ്മുടെ ഈ റിവർ ഫ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെയുള്ളൊരു റീജിയൻ ആണ് നമ്മുടെ എസ്റ്റുറീസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രൊഫൈൽ വ്യൂ ആണ് ഈ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഭാഗമാണ് എസ്റ്റുറീസ്. ഇവിടെ നമുക്ക് എന്താ സാൻഡ് സ്പ്ലിറ്റ് കാണാൻ പറ്റും. ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓവർഫ്ലോ, വാട്ടർ ഓവർഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇത് നോക്കിക്കേ, ഇതിന്റെ മുകളിൽ കൂടെ വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതാണ് എസ്റ്റുറീസ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റ് പ്ലെയിനിലേക്ക് വരുമ്പം കോണ്ടിനെന്റൽ ഷെൽഫ് വളരെ കുറവാണ്. ഓക്കെ, ആ ഭാഗം നമ്മൾ നേരത്തെ ആ ഒരു നമ്മുടെ ഇന്ത്യൻ ഫോർമേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കിനും, നമ്മുടെ പെനിൻസുല പ്ലേറ്റുവിന്റെ ആ ഒരു ഫോർമേഷൻ ഒക്കെ വരുമ്പം അതിലെ ഒരു റീജിയൻ എന്ന് പറയുന്നത് പൊട്ടി താഴത്തേക്ക്, അതായത് ഡെക്കാൻ പ്ലേറ്റിന്റെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞല്ലോ, വെസ്റ്റേൺ ഘട്ടന്റെ ഭാഗം എന്ന് പറയുന്നത് എസ്കാർപ്മെന്റ് ആണെന്ന് പറഞ്ഞു. സോ അതിന്റെ ബാക്കി ഭാഗം നമ്മുടെ കടലിലേക്ക് പൊട്ടി വീണതായിട്ടാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കോണ്ടിനെന്റൽ ഷെൽഫ് വളരെ കുറവായിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അതുകൊണ്ടാണ് അത് സബ്മേർജ്ഡ് കോസ്റ്റൽ പ്ലെയിൻസ് എന്നറിയപ്പെടുന്നത്. ഈ ഭാഗത്ത് നമ്മുടെ നാച്ചുറൽ പോർട്സിന് പറ്റിയൊരു ഏരിയ ആണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? കോണ്ടിനെന്റൽ ഷെൽഫ് ഇല്ല, കപ്പലുകൾ കുറച്ചുകൂടെ തീരത്തേക്ക് അടുത്ത് വരാനായിട്ട് പറ്റും, മണ്ണ് ആ കപ്പലിന്റെ എഞ്ചിനിലൊന്നും തട്ടത്തില്ല. സോ അങ്ങനെയുള്ളൊരു നാച്ചുറൽ പോർട്സിനൊക്കെ ഏകദേശം പറ്റുന്ന ഒരു തീരദേശമാണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ സബ്മേർജ്ഡ് കോസ്റ്റൽ പ്ലെയിൻസ്. നാച്ചുറൽ ആയിട്ടുള്ള പോർട്ടൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡിങ് ഫ്രം ഗുജറാത്ത് കോസ്റ്റ് ഇൻ ദ നോർത്ത് ആൻഡ് കേരള കോസ്റ്റ് ടു ദ സൗത്ത്. ഇനി നാരോവർ ഇൻ ദ മിഡിൽ ആൻഡ് ഗെറ്റ് ബ്രോഡർ ടുവേർഡ്സ് നോർത്ത് ആൻഡ് സൗത്ത്. നോർത്തിലേക്കും സൗത്തിലേക്കും വരുമ്പം ഇത് അത്യാവശ്യം ബ്രോഡർ ആയി വരികയും ആൻഡ് നമ്മുടെ മിഡിൽ പാർട്ടിലേക്ക് എത്തുമ്പം ഇത് അത്യാവശ്യം എന്താണ് നാരോവർ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. മിഡിൽ പാത്ത്, അതിന്റെ ഒരു മിഡിൽ ഭാഗം എന്ന് പറയുന്നത് ഇടുങ്ങിയതും അതിന്റെ നോർത്തും സൗത്തും അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള ഒരു റീജിയൻ ആയിട്ടാണ് നമുക്ക് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഡെൽറ്റാസ് ഫോം ചെയ്യുമോ? ഡെൽറ്റാസ് ഫോം ചെയ്യാൻ ഇവിടെ കോണ്ടിനെന്റൽ ഷെൽഫ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ റിവർ വാട്ടർ വന്ന് നമ്മുടെ ഓഷ്യൻ വാട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം, അതാണ് എസ്റ്റുറീസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ കേരള കോസ്റ്റിലൊക്കെ നമുക്ക് കായൽസ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾ ഈ വേളിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേളിയിൽ ഒരു കായൽ ഭാഗവും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സമുദ്രവും ഉണ്ട് അല്ലെ, ഓഷ്യന്റെ ഒരു ഏരിയയും കൂടെ ഉണ്ട്. ഇതിന്റെ ഭാഗത്തായിട്ട് ഒരു സാൻഡ് ബാർ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. മഴ കൂടുന്ന സമയത്ത് ഈ കായലും കടലും കൂടെ കണക്ട് ആവുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഓക്കെ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട് ടു ഒഡീഷ വരെ, അല്ലെങ്കിൽ ഒഡീഷ മുതൽ തമിഴ്നാട് വരെ, കൊറമോണ്ടൽ കോസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് എന്താണ് എമർജന്റ് കോസ്റ്റ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമ്മൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ പറയുമ്പോൾ അതൊരു സബ്മേർജ്ഡ് കോസ്റ്റൽ പ്ലെയിൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലേക്ക് വരുമ്പോൾ എന്താണ്, അതൊരു എമർജന്റ് കോസ്റ്റ് ആണ്. എമർജന്റ് കോസ്റ്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ ഭാഗത്തേക്ക് ഒരു ഡെൽറ്റ ഫോർമേഷൻ ആണ് ഞാൻ ഈ ഒരു ഇതിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഡെൽറ്റ ഫോർമേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരികയാണ്, ഈ രീതിയിൽ ഫ്ലോ ചെയ്ത് വരികയാണ്. റിവറിന് ആസ് സച്ച് അതിന്റെ സീ സിസ്റ്റത്തിലോട്ട് വാട്ടറിനെ ഡ്രെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ടായിരിക്കും? റിവർ ധാരാളം സെഡിമെന്റ്സ് കളക്ട് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ. ആ സെഡിമെന്റ്സിനെ നമുക്ക് എന്താ കംപ്ലീറ്റ്ലി നമ്മുടെ സീ സിസ്റ്റത്തിലേക്ക് ഡ്രെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അവിടെ ആ ഒരു റിവറിന്റെ സെഡിമെന്റ്സിനെ എന്ത് ചെയ്യും, നമ്മുടെ ആ ഭാഗത്തേക്കായിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത്, ആ ഒരു പച്ച കളറിൽ കാണുന്നത് ഡെപ്പോസിഷൻസ് ആണ്. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് ഫോം ആവുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സാൻഡിന്റെ ഡിപ്പോസിഷൻ ആണ് നമ്മൾ ഡെൽറ്റാസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇത് ഇവിടെ ഒരു ആർക്വേഡ് ഡെൽറ്റ, പല ഷേപ്പിലുള്ള ഡെൽറ്റാസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആർക്വേഡ് ഡെൽറ്റ, ബേർഡ് ഫുഡ് ഡെൽറ്റ, അങ്ങനെ പല ഷേപ്സിലുള്ള ഡെൽറ്റാസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഡെൽറ്റാസ് എന്താണെന്ന് മനസ്സിലായല്ലോ. റിവറിന്റെ വാട്ടറിനെ സീ സിസ്റ്റത്തിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത് ആസച്ച് ആയിരിക്കില്ല. അതിൽ സെഡിമെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ സെഡിമെന്റ്സ് റിവറിന്റെ മൗത്ത് എന്ന് പറയുന്നത് ഏതാണ്? റിവർ കടലിലേക്ക് വാട്ടറിനെ ഡ്രെയിൻ ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ മൗത്ത് എന്ന് പറയുന്നത്. ആ മൗത്ത് ഭാഗത്തേക്ക് കൂടുതൽ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് വരുന്ന ഭാഗമാണ് ഡെൽറ്റാസ് എന്ന് പറയുന്നത്. വളരെ ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാൻഡ് ഫോം ആണ് ഡെൽറ്റാസ് എന്ന് പറയുന്നത്. സോ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് എമർജന്റ് കോസ്റ്റ് ആണ്. ധാരാളം ഒരു കോണ്ടിനെന്റൽ ഷെൽഫ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ആണ് അത് എമർജന്റ് കോസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം ഗംഗ ഡെൽറ്റ ടു കന്യാകുമാരി. ഓക്കെ, കന്യാകുമാരി എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മൾ നേരത്തെ കണ്ട കൊറമാണ്ടൽ കോസ്റ്റിന്റെ ഒക്കെ ഒരു പാർട്ടായിട്ട് വരും. ആ ഭാഗം വരെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാച്ചുറൽ പോർട്ടിനുള്ള ഏരിയാസ് ഉണ്ടോ? ഇവിടെയും നമുക്ക് ധാരാളം പോർട്ടുകൾ കാണാനായിട്ട് പറ്റും അല്ലെ. വിസാഖ് ഒക്കെ നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ കാണാൻ പറ്റുന്ന പോർട്ടാണ്. പക്ഷെ അതൊരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡെവലപ്മെന്റ് അല്ല അവിടെ ഉള്ളത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്ന പോർട്സ് ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മുടെ ചിൽക്ക ലേക്ക്, പുലിക്കട്ട് ലേക്ക്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് ഈ ചിൽക്ക ലേക്ക് എന്നൊക്കെ പറയുന്നത്? നമ്മുടെ ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏരിയ ആണ് ചിൽക്ക ലേക്ക്. അതിൽ സലൈനിറ്റി കൂടുതലുള്ള ഒരു ലേക്കാണ് ചിൽക്ക ലേക്ക് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. സലൈനിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പാർ ലേക്കാണ്. ഇൻ ഇന്ത്യ ഏറ്റവും കൂടുതൽ സലൈനിറ്റി ഉള്ള ഇന്ത്യൻ ലേക്ക് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? അത് സാമ്പാർ ലേക്കാണ്. ഓക്കെ, ചിൽക്ക ലേക്ക്, പുലിക്കട്ട് ലേക്ക് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫിസിയോഗ്രഫിക് ഫീച്ചർ ആണ് നമ്മുടെ ഐലൻഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യക്ക് നമുക്കറിയാം 2 സീ സിസ്റ്റത്തിലും 2 ഐലൻഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് അറേബ്യൻ സീ സിസ്റ്റത്തിലുള്ള ലക്ഷദ്വീപ് അല്ലെ, ലക്ഷദ്വീപ്, ആൻഡ് ദെൻ നമ്മുടെ ബേ ഓഫ് ബംഗാൾ റീജിയനിലുള്ള ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബേസിക്കലി അതിനെ പറയുന്നത് കോറൽ ഐലൻഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, കോറൽ ഐലൻഡ്സ്. നിങ്ങൾ മാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിന് ശേഷം നമുക്ക് മിനിക്കോയ് കാണാം. അതിനുശേഷം മാൽഡീവ്സ് കാണാം. ഈ മാൽഡീവ്സിനെയും താഴെ നമുക്ക് ചാഗോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐലൻഡ്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ആക്ച്വലി ഇവയൊക്കെ ചാഗോസ് റിഡ്ജ് എന്ന് പറയുന്ന ഒരു സബ്മറൈൻ മൗണ്ടന്റെ പാർട്ടാണ്. ഏതൊക്കെയാണ്? ലക്ഷദ്വീപ്, മിനിക്കോയ്, മാൽഡീവ്സ്, അതിന് താഴെ കാണാൻ പറ്റുന്നത് ചാഗോസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ്സ് ഉണ്ട്. ഇതൊക്കെ ഏകദേശം ഒരേ ലൈനിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവയൊക്കെ ഒരു സബ്മറൈൻ മൗണ്ടന്റെ പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ആണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു കോറൽ ഐലൻഡ് ആണ്. പക്ഷെ ബേ ഓഫ് ബംഗാളിന്റെ ഒറിജിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ അഗ്നിപർവ്വത വോൾക്കാനിസവും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒറിജിൻ ആണ് ബേ ഓഫ് ബംഗാളിന് ഉള്ളത്. ഓക്കെ, so there are 2 major island groups in India, one in Bay of Bengal and another in Arabian Sea, Lakshadweep and Andaman and Nicobar Island. Andaman and Nicobar, the entire group of island is divided into 2 broad categories. ഏതൊക്കെയാണ്? Andaman in north and Nicobar in south. നമ്മൾ നേരത്തെ ഇന്ദിര കോൾ കണ്ടു അല്ലെ. ഇന്ദിര കോൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു ഇന്ദിര കോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? നമ്മുടെ ഇന്ദിര പോയിന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാറിലാണ്. നിക്കോബാർ ഐലൻഡിൽ തന്നെ ഗ്രേറ്റ് നിക്കോബാറിലാണ് ഇന്ദിര പോയിന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആൻഡമാനും നിക്കോബാറായിട്ട് 2 ഐലൻഡ്സ്. അതുപോലെ തന്നെ ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ അമിൻഡിവി, ലക്കഡീവ്, മിനിക്കോയ്, അങ്ങനെ ധാരാളം ഐലൻഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ഫിസിയോഗ്രാഫിക് ഡിവിഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെ കുറേയധികം ചാനൽസ് സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ബേസിക്കലി എന്താണ് ഈ ചാനൽസ് എന്ന് പറയുന്നത്? നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സിനെ തന്നെയാണ് ഈ ചാനൽസ് എന്ന് പറയുന്നത്. അതായത് 8 ഡിഗ്രി ചാനൽ എന്ന് പറഞ്ഞാൽ 8 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആ ഒരു 2 ഏരിയനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ചാനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ലക്ഷദ്വീപിനെയും മിനിക്കോയിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ ഏതാണ്? 9 ഡിഗ്രി ചാനൽ. കണ്ടോ, ലക്ഷദ്വീപിനെയും മിനിക്കോയിനെയും ഡിവൈഡ് ചെയ്യുന്ന ചാനലാണ് 9 ഡിഗ്രി ചാനൽ. ബിക്കോസ് ആ ഭാഗത്തിൽ കൂടെ നമുക്ക് 9 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് കാണാം. നമ്മുടെ ഇന്ത്യയുടെ ഒരു ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ നമ്മൾ പറയുവാണെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ്സ് ആണ് നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ പറയുന്നത്. സോ നോക്കിക്കേ, മിനിക്കോയിനെയും മാൽഡീവ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആൻഡമാൻ നമ്മൾ പറഞ്ഞു, ആൻഡമാൻ ആൻഡ് നിക്കോബാർ 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നോർത്ത് ആൻഡമാനിൽ തന്നെ നമുക്ക് ഡിവിഷൻസ് കാണാം. നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ ആൻഡ് സൗത്ത് ആൻഡമാൻ. ഓക്കെ,
നമ്മുടെ ആൻഡമാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പോർട്ട് ബ്ലെയർ ഒക്കെ നമ്മുടെ സൗത്ത് ആൻഡമാനിലാണുള്ളത്. ഈ ഇത്രയും ഭാഗങ്ങളാണ് ഗ്രേറ്റ് ആൻഡമാൻ എന്നറിയപ്പെടുന്നത്. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഡങ്കൻ പാസേജ് എന്ന് പറയുന്നിട്ടുള്ള ഒരു പാസേജ് ആണ്. ഓക്കെ, ഡങ്കൻ പാസ് എന്ന് പറയുന്ന ഒരു പാസ്സാണ് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ 10 ഡിഗ്രി ചാനൽ. നമ്മൾ നേരത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ. 10 ഡിഗ്രി ചാനൽ എന്തിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്? നമ്മുടെ ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഈ നിക്കോബാറിൽ തന്നെ ഗ്രേറ്റ് നിക്കോബാറിലാണ് ഇന്ദിര പോയിന്റ്, ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ദിര പോയിന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫാക്ട്സ്. പിന്നെ കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു മാപ്പിൽ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ഇന്ത്യയിൽ ആകെയുള്ള ഒരു ആക്റ്റീവ് വോൾക്കാനോ, അതിപ്പം ഡോർമെന്റ് ആണ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് നമുക്കറിയാം. വോൾക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ മാഗ്മ അകത്ത് തിളച്ചു മറിഞ്ഞ് അതൊരു വെന്റില് പുറത്തേക്ക് വരുന്ന ഒന്നിനെയാണ് നമ്മൾ അത് ആക്റ്റീവായി എന്ന് പറയാം അല്ലെ. വോൾക്കാനിസം അവിടെ നടക്കുന്നു എന്നൊരു പ്രക്രിയ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. സോ ഈ മിഡിൽ ആൻഡമാനിലാണ് ഇന്ത്യയിലെ വൺ ആൻഡ് ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ആയിട്ടുള്ള ബാരൻ ഐലൻഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നോർത്ത് ആൻഡമാനിൽ ഇന്ത്യയിലെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു വോൾക്കാനവും കാണാം. അവിടെ ഇനി നമുക്ക് ഈ വോൾക്കാനിസം പോലുള്ള പ്രോസസ്സ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനത്തെ ഉള്ള വോൾക്കാനോസ് ആണ് എക്സ്റ്റിങ്ക്റ്റ് വോൾക്കാനോ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ നാർക്കോണ്ടം ഐലൻഡ്. അപ്പം ഇതൊക്കെ ഏത് ഭാഗത്താണ് എന്ന് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടോ എക്സ്പെക്ട് ചെയ്യാം. ഇതിൽ ഞാൻ കുറച്ചധികം ഫാക്ടുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നോർത്തേൺ മോസ്റ്റ് ഐലൻഡ് ഏതാണ്? പ്രിപ്പയറിസ് ഐലൻഡ്. അതുപോലെ തന്നെ ആൻഡമാനിൽ തന്നെ സദേൺ മോസ്റ്റ് ഐലൻഡ് ഏതാണ്? അത് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ ആണ് അല്ലെ. നമ്മൾ കാണാനായിട്ട് പറ്റും ഈ ഒരു പിക്ചറിൽ ഏറ്റവും താഴത്തെ ഭാഗത്ത്, അതായത് ഇന്ദിര പോയിന്റ് ഉള്ള, നമ്മൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് അത് കണക്ട് ചെയ്താൽ മതി. സദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ത്യ ആണ്, ഇന്ദിര പോയിന്റ്. സോ അതെവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. നെക്സ്റ്റ് വൺ ബിഗ്ഗസ്റ്റ് ഐലൻഡ് ഓഫ് ആൻഡമാൻ ഏതാണ്? മിഡിൽ ആൻഡമാൻ ആണ്. ആ ഒരു പിക്ചറിൽ നമുക്ക് കാണാം ഏറ്റവും വലിയ ഒരു ഐലൻഡ് ഏതാണ്? മിഡിൽ ആൻഡമാൻ ആണ്. അതുപോലെ തന്നെ റോസ് ഐലൻഡ് ആണ് സ്മോളസ്റ്റ് ഐലൻഡ് ഓഫ് ആൻഡമാൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ് ആൻഡമാനിലെ ഹയസ്റ്റ് പീക്ക് ഏതാണെന്നുള്ളത്. ഓക്കെ, സാഡിൽ പീക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ബാരൻ ഐലൻഡിൽ തന്നെയുള്ള ഒന്നാണ് സാഡിൽ പീക്ക്. അത് നമുക്ക് ആൻഡമാനിൽ കാണാനായിട്ട് പറ്റും. അതാണ് ഹയസ്റ്റ് പീക്ക് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അതുപോലെ തന്നെ നക്കവാരം ഐലൻഡ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ ഈ പറയുന്ന നിക്കോബാർ ഐലൻഡ് തന്നെയാണ്. ഓക്കെ, ലാൻഡ് ഓഫ് നേക്കഡ് പീപ്പിൾസ് എന്നൊക്കെ അറിയപ്പെടും. അതാണ് നക്കവാരം ഐലൻഡ് എന്നറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആൻഡമാൻ എന്ന് പറയുന്നത് ഒരു വോൾക്കാനിസം ആണ്, വോൾക്കാനിക് ഇൻ ഒറിജിൻ ആണ്. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ കണക്ട് ചെയ്യാം. അതായത് നമുക്കറിയാം മ്യാൻമറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിസിയോഗ്രാഫിക് ഫീച്ചർ ആണ് അരക്കന്യോമ എന്ന് പറയുന്ന മൗണ്ടൻസ്. ഈ അരക്കന്യോമ മൗണ്ടൻസിന്റെ എക്സ്റ്റൻഷൻ ആണ് ആക്ച്വലി ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് ലക്ഷദ്വീപ് ഐലൻഡ്സ്. ഓക്കെ, ലക്ഷദ്വീപ് ഐലൻഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ സ്കാറ്റേർഡ് ആയിട്ട് അറേബ്യൻ സീ സിസ്റ്റത്തിലുള്ള ഒരു ഐലൻഡ് ഗ്രൂപ്പ് ആണ് ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഈ ലക്ഷദ്വീപ് ഐലൻഡ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സബ്മറൈൻ മൗണ്ടൻ റേഞ്ചിന്റെ പാർട്ടാണ് ലക്ഷദ്വീപ്, മാൽഡീവ്സ്, അതുപോലെ തന്നെ ചാഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. In the Arabian Sea, there are 3 types of islands: Amindivi Islands, അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഐലൻഡ്സ് ആൻഡ് മിനിക്കോയ് ഐലൻഡ്സ്. ഇതിന്റെയൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 36 ഐലൻഡ്സ് കാണാനായിട്ട് പറ്റും. They are widely scattered about 200 to 500 കിലോമീറ്റർ സൗത്ത് വെസ്റ്റ് ഓഫ് ദ കേരള കോസ്റ്റ്. ഇത് കോറൽ ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ പാരഡൈസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും നമ്മുടെ ലക്ഷദ്വീപാണ്. ഇവിടെ നമുക്ക് ധാരാളമായിട്ടുള്ള കോറൽസിനെ കാണാനായിട്ട് പറ്റും. അത് മാത്രമല്ല ധാരാളം ഐലൻഡ്സ് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ലക്ഷദ്വീപിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരുടെയും ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഏരിയ ആണ് അല്ലെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷദ്വീപിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു ലൈവ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫിസിയോഗ്രാഫിക് ഫീച്ചർ എന്ന് പറയുന്നത്. സോയിൽ
സോയിൽസ്, നാച്ചുറൽ വെജിറ്റേഷൻ, ഈ ഒരു ഏരിയയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മരങ്ങളായിരിക്കും വളരുന്നത്. നമ്മൾ ഹിമാലയാസ് കണ്ടു അല്ലെ, നോർത്തേൺ മൗണ്ടൻസിൽ ഹിമാലയാസ് കണ്ടു. ഹിമാലയാസിൽ തന്നെ നമ്മൾ എവിടെയാണ് ഹിമാദ്രി, എന്തുകൊണ്ടാണ് ആ ഒരു ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, ഹിമാചലിലാണ് നമ്മൾ കോണിഫറസ് ട്രീസിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഹിമാലയാസിൽ നമ്മൾ പറഞ്ഞ എന്താ, ഒരു തുന്ദ്ര വെജിറ്റേഷൻ, കൈൻഡ് ഓഫ് വെജിറ്റേഷൻസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അത് ആ ഒരു ഫിസിയോഗ്രാഫിക് ഡിവിഷനിൽ അത് തന്നെയായിരിക്കും അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഈ രീതിയിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ വെജിറ്റേഷൻ, സോയിൽസ്, റിവേഴ്സ് ഒക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തീം ബേസ്ഡ് ആയിട്ട് ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് ഇൻ ഇന്ത്യ ആണ് നോക്കിയത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത തീം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. താങ്ക് യു.